വർഗീയ ശക്തികൾ ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയും അതുപോലെ തന്നെ SDPI ഉൾപ്പെടെയുള്ള വിഭാഗം നല്ല പ്രചാരവേല വിരുദ്ധ ആശയം രൂപപ്പെടുത്താൻ വേണ്ടി ലീഗിനും കോൺഗ്രസിനും വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു തന്നെയാണ്. അത് ഒന്നുകൂടി ശക്തിയായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്ന കാര്യം ആവർത്തിക്കുകയാണ്. LDFിനെ പരാജയപ്പെടുത്താൻ വേണ്ടി UDFും അതുപോലെ തന്നെ BJPയും കപട മുദ്രാവാക്യത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ട് യോജിച്ച് അവർ സ്വാഭാവികമായും CPIM ആണ് BJPയുമായിട്ട് ഇതിലുണ്ടാക്കുന്നത് എന്ന പ്രചാരവേല നടത്തി അവർ ഈ രീതിയിലുള്ള ഒരു വർക്ക് വളരെ നിശബ്ദമായി സംഘടിപ്പിച്ചു എന്നുള്ളത് സത്യമാണ്. 4 വോട്ടോ വിജയമോ തോൽവിയോ ഒക്കെ തെരഞ്ഞെടുപ്പിൽ സാധാരണ. തോൽവിയിൽ തളരുകയോ ജയത്തിൽ അഹങ്കാരപ്പാട്ടോ അല്ല വേണ്ടത്, വിലയിരുത്തലാണ് രാഷ്ട്രീയം. എല്ലാ കഥകളും വർഗീയ കൂട്ടുകെട്ടും എതിർപക്ഷത്തിന് നേരിയ മേൽക്കൈ നൽകി. പക്ഷേ തങ്ങളുടെ അടിത്തറ തകർന്നിട്ടില്ലെന്ന് വസ്തുതകളുടെയും കണക്കിൻ്റെയും അടിസ്ഥാനത്തിൽ ഇടതുമുന്നണി. പറയാനൊന്നും നിൽക്കാതെ പാട്ടുപാടി ആഘോഷം തീർക്കുന്ന വിജയാഹ്ലാദ പ്ലാറ്റ്ഫോമിലാണ് UDF. വസ്തുതകൾ എന്ത് നമുക്ക് പരിശോധിക്കാം. ഇന്ന് നമ്മുടെ ചർച്ചയെ സമ്പന്നമാക്കുന്ന അതിഥികൾ: PK ഗോപൻ, മുതിർന്ന CPIM നേതാവ്; നിജേഷ് അരവിന്ദ്, കോൺഗ്രസ് നേതാവ്; ഒപ്പം മുതിർന്ന മാധ്യമപ്രവർത്തകൻ, രാഷ്ട്രീയ നിരീക്ഷകൻ M ജയചന്ദ്രൻ. ആദ്യം ശ്രീ M ജയചന്ദ്രനിലേക്ക്. ശ്രീ ജയചന്ദ്രൻ, ഇന്നിപ്പോൾ ഗോവിന്ദൻ മാഷ് ഈ കാര്യങ്ങളെ വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സൂചിപ്പിച്ചു. പക്ഷേ വിജയത്തിൻ്റെ ആഹ്ലാദത്തിന് മുമ്പിൽ ഇതൊക്കെ കേവലം കണക്കുകൾ മാത്രമാണ് എന്ന വലിയ ഒരു പക്ഷേ സംസ്ഥാന ഭരണം മുന്നിൽ കണ്ടുള്ള വലിയ ആഹ്ലാദ പ്രകടനത്തിലാണ് UDF. എന്താണ് ഇതിൻ്റെ വസ്തുതകളുടെ കണക്ക്, അതിൻ്റെ പിന്നാമ്പുറം? നമുക്ക് ഈ രാഷ്ട്രീയ കക്ഷികളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നിഷ്പക്ഷമായ ഒരു നിരീക്ഷണത്തിൽ നിന്ന് ആദ്യം തുടങ്ങാം. അജിംഷാദെ, ഇന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാഷിൻ്റെ വൈകുന്നേരം 4 മണിക്കുള്ള വാർത്താസമ്മേളനം ഉണ്ടായിരുന്നല്ലോ. വളരെ ഞാനത് പറയുമ്പോൾ അദ്ദേഹത്തിന് ആ ഒരു അത്തരത്തിലുള്ള വാർത്താ സമ്മേളനത്തിന് അദ്ദേഹത്തോട് ആദ്യം തന്നെ ഞാൻ നന്ദി പറയുകയാണ്. കാരണം ഈ താങ്കൾ മുമ്പ് സൂചിപ്പിച്ചതുപോലെ പിന്നെ വിജയത്തിൽ തുള്ളിച്ചാടാതെയും, അതായത് നേട്ടത്തിൽ തുള്ളിച്ചാടാതെയും, കോട്ടങ്ങളുണ്ടാകുമ്പോൾ സ്തംഭിച്ചു പോകാതെയും ഒരു ശരിയായ നിലപാട് കാത്തു സൂക്ഷിച്ച് അത് ജനങ്ങളിലേക്ക് പ്രസരിപ്പിക്കുന്നവരാണല്ലോ നേതാക്കന്മാർ. അപ്പോൾ ആ ഒരു പ്രസൻസ് ഓഫ് മൈൻഡ് എന്ന് പറയുന്ന മനസാന്നിധ്യം വളരെ കൃത്യമായി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്താസമ്മേളനത്തിൽ ഉടനീളം ഇന്ന് കണ്ടത്. എനിക്ക് ആ വാർത്താസമ്മേളനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായി തോന്നിയ ഒരു വാക്യം ഞാൻ ഉദ്ധരിക്കുകയാണ്. ഈ പിന്നെ രാഷ്ട്രീയമായും സംഘടനാപരമായും ദൗർബല്യങ്ങൾ ഉണ്ടായിട്ടുണ്ടോ എന്ന് ഇനി ഈ മാസം തുടർന്നുള്ള ദിവസങ്ങളിൽ എല്ലാ ജില്ലാ കമ്മിറ്റികളും കൂടി താഴെ തട്ടുവരെ അത്തരത്തിലുള്ള പരിശോധനകൾ നടത്തും. തിരുത്തേണ്ടതുണ്ടെങ്കിൽ തിരുത്തും. ഇതാണ് ഗോവിന്ദൻ മാഷ് പറഞ്ഞ ഒരു വാചകം. അത് വളരെ പ്രധാനപ്പെട്ട ഒരു വാചകമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്തരത്തിൽ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ച് അക്കാര്യം പറഞ്ഞതിന് തന്നെയാണ് പ്രധാനമായി അദ്ദേഹത്തോട് നന്ദി പറയുന്നത്. പിന്നെ ഇതിലേക്ക് വന്നാൽ, ഈ ഒരു ഇഷ്യൂവിലേക്ക് വന്നാൽ, പിന്നെ ഇന്നത്തെ മലയാള മനോരമ പത്രം നോക്കൂ. അതിൻ്റെ 7-ാം പേജിൽ, ഓപ്പഡിറ്റ് പേജിൽ, പിന്നെ UDFന് 80 സീറ്റിൽ നേട്ടം, LDFന് 58, NDAക്ക് 2. അപ്പോൾ ഇതാണ് 13ാമത്തെ വോട്ടെടുപ്പിന് ശേഷം അന്നും ഇന്നലെയും ഇന്നുമൊക്കെയായി തരംഗം എന്ന് പറഞ്ഞ് അവതരിപ്പിച്ചുകൊണ്ടിരുന്നതിൻ്റെ അതിൽ നിന്ന് മാറി. ഈ 58 എന്ന് ആ പത്രം പറയുമ്പോൾ അതിൻ്റെ കണക്കുകളുടെ അടിസ്ഥാനത്തിലുള്ള കൂടുതൽ പരിശോധനകളിൽ ഏതാണ്ട് 63 മണ്ഡലങ്ങളിൽ വരെ എന്ന ആക്യുറേറ്റായ കണക്കുകളും പുറത്തെത്തുന്നുണ്ട്. ഞാനത് പരിശോധിച്ചു. താങ്കൾക്ക് തുടരാം. LDFന് 63 നിയമസഭാ മണ്ഡലങ്ങളിൽ. അതുണ്ട്. പക്ഷേ ഞാൻ മലയാള മനോരമ ഏറ്റവും വലിയ മീഡിയ ഹൗസാണല്ലോ, കേരളത്തിലെ 1-ാം നമ്പർ പത്രമാണല്ലോ, ഏറ്റവും കൂടുതൽ പ്രചാരമുള്ള പത്രമാണല്ലോ. അപ്പോൾ അവരങ്ങനെ പറയുമ്പോൾ ഞാൻ അതിനെ മുഖവിലേക്ക് എടുത്തങ്ങ് അവതരിപ്പിച്ചു എന്നുള്ളത് കണക്കാക്കിയാൽ മതി. അവർ ഈ 80 പറയുന്നു, 80 പറയുന്നു, LDFന് 58, NDAക്ക് 2.
ഇത് ഈ പറഞ്ഞ ഓപ്പണിംഗ് പേജിൻ്റെ ഏറ്റവും മുകളിൽ കൊടുത്തിട്ടുണ്ട്. ഏറ്റവും താഴെ എക്സ്ട്രീം റൈറ്റിൽ വേറൊരു സംഗതിയുണ്ട് കേട്ടോ. അതിലിങ്ങനെയാണ്: 2024 ലോക്സഭയിൽ UDF 110 നിയമസഭാ സീറ്റുകളിൽ മേൽക്കൈയാണ്. UDF 110, LDF 19, NDA 11, ആകെ 140. അപ്പോൾ ഇവിടുന്ന് 80 മനോരമ തന്നെ ഉറപ്പിച്ച് പറഞ്ഞല്ലോ. താങ്കൾ പറഞ്ഞ 63 അവിടെ നിൽക്കട്ടെ എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ടാണ്. അപ്പോൾ എന്താണ് അടിസ്ഥാനപരമായി ഇവർ തന്നെ, മനോരമ തന്നെ അംഗീകരിക്കേണ്ടതും UDF ആകെ തന്നെ കോൺഗ്രസ് വിശേഷമായിട്ടും അംഗീകരിക്കേണ്ട കാര്യം എന്താണ്? 2024 ഇലക്ഷൻ റിസൾട്ടിൽ നിന്ന് LDFന് വോട്ട് ശതമാനത്തിലും വോട്ടിൻ്റെ അളവിലും ഗുണപരമായ വ്യത്യാസമുണ്ടായിരിക്കുന്നു. 119 നിന്ന് 110 നിന്ന് UDF 80 മാറിയിരിക്കുന്നു. നമ്മുടെ കണക്കല്ല. താങ്കൾ പറഞ്ഞ 63 ഞാൻ പറയുന്നില്ല, മനോരമയുടെ കണക്ക് പറയാണ്. മലയാള മനോരമ വെച്ചിട്ടുള്ള കണക്ക് പ്രകാരം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 110 സീറ്റിൽ UDF മുന്നേറി എന്ന് മനോരമ ഇന്നും പറയുന്നതാണ്. പക്ഷേ ഇന്ന് UDFന് 80 സീറ്റാണ് ഈ തദ്ദേശ ഇലക്ഷൻ റിസൾട്ടിൽ അവർ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അപ്പോൾ നിജേഷ് വേണമെങ്കിൽ പറയും ലോക്സഭാ ഇലക്ഷൻ്റെ പാറ്റേണും തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ പാറ്റേണും രണ്ടും രണ്ടല്ലേ എന്ന് ഉടനെ അദ്ദേഹം ചോദിക്കുമായിരിക്കും. പക്ഷേ ഇത് എൻ്റെ കണക്കല്ല കേട്ടോ, ഇത് മനോരമ വെച്ച കണക്കാണ്. മനോരമ വെച്ച കണക്ക് ആർക്കെങ്കിലും തള്ളാൻ കഴിയുമോ? കേരളത്തിലെ ഏറ്റവും ഒന്നാമത്തെ പത്രമല്ലേ, അതുകൊണ്ടാണ് അത് എടുത്തു പറയുന്നത്. അതൊരു കാര്യം. അങ്ങനെ ആ കാര്യം നിൽക്കുമ്പോൾ എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചതെന്നുള്ള ഒരു വസ്തുതയിലേക്ക് വരണം. ഇത് അവിടെ നിന്നോട്ടെ. അതിനെ സംബന്ധിച്ച് എന്തെങ്കിലും തർക്കം വരികയാണെന്നെങ്കിൽ ഞാൻ ഡീറ്റെയിൽസ് അതിൻ്റെ കാര്യങ്ങൾ പറയുകയും ചെയ്യാം. ഈ 80 എന്നുള്ള അനുപാതത്തിൻ്റെ വെച്ചത് എങ്ങനെയാണ് കണ്ടതെന്നൊക്കെ ഉള്ളത്. ഗോവിന്ദമാഷ് പറഞ്ഞ ഈ സംഘടനാപരമായ പ്രശ്നങ്ങളുണ്ടോ, രാഷ്ട്രീയ പ്രശ്നങ്ങൾ, സംഘടനാ ദൗർബല്യങ്ങളോ രാഷ്ട്രീയ പ്രശ്നങ്ങളോ, അവിടെയാണ് എനിക്ക് ഒരു കാര്യം ചൂണ്ടിക്കാണിക്കാനുള്ളത്. ഈ വോട്ടിങ്ങിൽ ഒരു പാറ്റേൺ ഉണ്ട് എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ആ പാറ്റേൺ അർബൻ റൂറൽ ഡിവൈഡാണ്. ആ പാറ്റേൺ ഞാൻ കരുതുന്നത്, ഞാൻ അങ്ങനെയാണ് കാണുന്നത്. അപ്പോൾ ഈ റൂറൽ വോട്ടിങ്ങിൽ സംഘടനാപരമായ ദൗർബല്യങ്ങളുണ്ട് നിശ്ചയമായും എന്ന് എനിക്ക് തന്നെ അറിയാവുന്ന കുറേയധികം സംഘടനാ വിഷയങ്ങൾ അക്കാര്യത്തിലുണ്ട്, അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടുള്ളതാണ്. അതേസമയം ഈ അർബൻ വോട്ടർമാരിൽ അത് പൊളിറ്റിക്കലുമാണ്. അവിടെയാണ് വ്യത്യാസമുള്ളത്. അത് അങ്ങനെ തന്നെ കാണണം. ഈ അർബൻ റൂറൽ ഡിവൈഡിൽ അങ്ങനെ ഒന്നുണ്ടെന്ന് പറയാൻ പ്രത്യേകിച്ചൊരു കാരണമുള്ളത്, കോൺഗ്രസും മലയാള മനോരമ അടക്കമുള്ള മാധ്യമങ്ങളും കഴിഞ്ഞ 2-3 വർഷമായി അല്ലെങ്കിൽ 3-4 വർഷമായി നിരന്തരം ഉയർത്തിക്കാണിച്ചൊരു പ്രശ്നമാണല്ലോ നെല്ല് സംഭരണത്തിൻ്റെ ഇഷ്യൂ. ഞാൻ കുട്ടനാട്ടിൽ നിന്നായതുകൊണ്ട് പ്രത്യേകത എടുത്ത് പറയുകയും ചെയ്യാം. എനിക്ക് നമ്മൾ പല ചർച്ചകളിലും പറഞ്ഞിട്ടുള്ളതുമാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു അഗ്രേറിയൻ ക്ലാസ് കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്ന രീതിയിലേക്ക് എന്നെ വളർത്തിയെടുക്കാനായിട്ട് കേരളത്തിലെ മാധ്യമങ്ങളും, അത് ഇലക്ട്രോണിക്, പ്രിൻ്റ്, സോഷ്യൽ മീഡിയ ഉൾപ്പെടെയുള്ള മാധ്യമങ്ങളും, പിന്നീട് അതിനപ്പുറത്തേക്ക് രാഷ്ട്രീയമായി എല്ലാവരും ഒക്കെ ശ്രമിച്ച കാര്യങ്ങളൊക്കെ നമുക്കറിയാം. പക്ഷേ ഞാൻ ആദ്യം സൂചിപ്പിച്ച അർബൻ റൂറൽ ഡിവൈഡിൻ്റെ ആ ഇഷ്യൂ മാത്രം എടുക്കുകയാണെങ്കിൽ കർഷകർ, ഈ അഗ്രേറിയൻ ക്ലാസ് എന്ന് പറയുന്ന വിഭാഗം ഗവൺമെൻറ്റിനെ ഒരു പരിധിവരെ വിശ്വസിക്കാൻ തയ്യാറായിട്ടുണ്ട് എന്നുള്ളതാണ് ഈ റിസൾട്ടിൽ കാണാൻ കഴിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം. കാരണം 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയായ നെല്ല് സംഭരണത്തിൻ്റെ പൈസ സർക്കാർ എന്തുകൊണ്ട് കൊടുക്കുന്നില്ല എന്നുള്ളതാണ് കോൺഗ്രസും UDFും മാധ്യമങ്ങളും നിരന്തരം ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. 100% കേന്ദ്രാവിഷ്കൃത പദ്ധതിയാണെന്ന് ഓർക്കണം, എന്നിട്ടും കൊടുക്കേണ്ടതാണ് സംസ്ഥാന സർക്കാർ. അതിൽ കുറേയൊക്കെ കാര്യങ്ങൾ എനിക്കും പറയാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. പല ചാനലുകളും, കൈരളി ഉൾപ്പെടെ നിരവധി ചാനലുകളിൽ ഈ വിഷയം തന്നെ കേന്ദ്രീകരിച്ച് വർത്തമാനം പറയാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഈ സ്ഥാനാർത്ഥികളുടെ കാര്യം പരിഗണിക്കുമ്പോൾ ജിംഷാദ് പറയാതിരിക്കാൻ കഴിയില്ല. ഈ നേതാക്കന്മാരുടെ, പ്രത്യേകിച്ചും CPIMൻ്റെ അതുകൂടെ കണക്കാക്കിയിട്ടായിരിക്കും ഗോവിന്ദമാഷ് പറയുന്നത് ഞാൻ വിചാരിക്കുന്നു, നേതാക്കന്മാരുടെ താല്പര്യാർത്ഥമുള്ള സ്ഥാനാർത്ഥികളെ റൂറൽ ഗ്രാമീണ മേഖലയിൽ വിന്യസിച്ചിരുന്നു വല്ലാതെ. അത് ജനങ്ങൾ തിരസ്കരിക്കുകയും ചെയ്തിട്ടുണ്ട്. ജനങ്ങൾക്ക് സ്വീകാര്യരല്ലാത്ത സ്ഥാനാർത്ഥികളെ നേതാക്കന്മാരുടെ താല്പര്യാർത്ഥം വിന്യസിച്ചിട്ടുള്ള എല്ലാ ഗ്രാമീണ പ്രദേശങ്ങളിലും ആ സ്ഥാനാർത്ഥികളെ തിരസ്കരിച്ചിട്ടുണ്ട് ഗ്രാമീണ ജനത. അതേസമയം അർബൻ മേഖലയിൽ മറ്റൊന്നാണ് സംഭവം. പ്രത്യേകിച്ചും ഞാൻ താങ്കളോട് സംസാരിച്ചപ്പോൾ നേരത്തെ പറഞ്ഞിരുന്നല്ലോ,
തിരുവനന്തപുരം കോർപ്പറേഷൻ്റെ കാര്യം ഞാൻ നേരത്തെ തന്നെ നവംബർ 2 തന്നെ ചൂണ്ടിക്കാണിച്ചിരുന്നതാണ്. അത് പറയേണ്ടി വന്നാൽ ഞാൻ പിന്നീട് പറഞ്ഞോളാം. താങ്കൾ പറയണം, കാരണം എങ്ങനെയാണ് ഒരു ക്രോസ് വോട്ട് നടക്കുന്നത് അതിൻ്റെ യുക്തിയെ സംബന്ധിച്ചാണ് താങ്കളുടെ ഫേസ്ബുക്കിൽ ഇട്ടത്, ഞാൻ കണ്ടിരുന്നു. ശ്രീ നിജേഷ് അരവിന്ദ്, താങ്കൾ ഒരു നെഹ്റുവിയൻ പാരമ്പര്യമൊക്കെ തുടരുന്ന കോൺഗ്രസ്സുകാരനാണ് എന്ന ധാരണയിലാണ് താങ്കൾ ഇങ്ങനെ വിശ്വാസാധിഷ്ഠിതമായ പാട്ടുകളൊന്നും പാടി ഈ വിജയം ആഘോഷിക്കില്ല എന്ന പ്രതീക്ഷയോടെ. ഇവിടെ വർഗീയ കക്ഷികളുമായുള്ള കൂട്ടുകെട്ടാണ് UDFന് നേരിയ ഒരു മേൽക്കൈ നേടാൻ സഹായിച്ചത്. 1. 2, എന്നിട്ട് പോലും LDFൻ്റെ ഇടതുമുന്നണിയുടെ അടിത്തറ തകർക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് നിങ്ങളെ പിന്തുണയ്ക്കുന്ന പത്രത്തിൻ്റെയും അടക്കം വോട്ടിംഗ് കണക്കുകളും അടക്കം നിരത്തിയാണ് ഇന്ന് ഗോവിന്ദൻ മാസ്റ്റർ CPIM ഈ കാര്യങ്ങളെ വിശദീകരിച്ചത്. ശ്രീ നിജേഷ്. അജിംഷാദെ, LDFൻ്റെ അടിത്തറ തകർക്കുക എന്നൊരു ലക്ഷ്യം കോൺഗ്രസിനോ UDFനോ ഇല്ല. ആദ്യമായിട്ട് മനസ്സിലാക്കുക. ഞങ്ങൾക്ക് അങ്ങനെ ഒരു പരിപാടിയില്ല. നിങ്ങളിവിടെ വേണം എന്ന രാഷ്ട്രീയക്കാരാണ് ഞങ്ങൾക്ക് BJPയുടെ സീറ്റ് 2ലേക്ക് കുറഞ്ഞതിൽ വലിയ സന്തോഷമുണ്ട്. അല്ലാതെ CPMൻ്റെ വോട്ട് കുറഞ്ഞതിൽ അങ്ങേയറ്റം സന്തോഷിക്കുന്ന, അടിത്തറ തകർന്നു എന്നൊന്നും വിശ്വസിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. CPM ഇവിടെ വേണം എന്ന വിശ്വാസക്കാർ തന്നെയാണ് ഞങ്ങൾ. നിങ്ങളതിനെ റീപ്ലേസ് ചെയ്യുന്ന സമയത്താണ് ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ളത്. CPMന് പകരം CPMൻ്റെ സ്ഥലങ്ങളിൽ BJP വരുന്ന സമയത്താണ് ഞങ്ങൾ പ്രയാസപ്പെടുന്നത്. അങ്ങനെ വരരുത്. നിങ്ങളും വേണം, ഞങ്ങളും വേണം. കാരണം കേരളം ഏത് കാലത്തും ഒരു മതേതര രാഷ്ട്രീയത്തിന് ശക്തി പകർന്നുകൊണ്ട് മുന്നോട്ട് പോകണം എന്നാണ് വിശ്വസിക്കുന്നത്. അതിന് എവിടെയൊക്കെ വെള്ളം ചേർക്കാൻ വേണ്ടി CPM ശ്രമിക്കുന്നോ ആ സമയത്താണ് തിരിച്ചടി ഉണ്ടാകുന്നത്. നമ്മൾക്കറിയാം, ഈ തെരഞ്ഞെടുപ്പിൽ ഒരേ സമയത്ത് അയ്യപ്പ സംഗമം നടത്തി. അവിടെ വെച്ചാണ് ഒരുപക്ഷെ ഈ ക്യാമ്പയിൻ ആരംഭിക്കുന്നത്. അയ്യപ്പ സംഗമം നടത്തിക്കൊണ്ട് CPM ഒരു ചുവടുമാറ്റം. അവിടെ യോഗി ആദിത്യനാഥിൻ്റെ കാലവും CPM എതിർത്തുകൊണ്ടിരുന്ന BJP രാഷ്ട്രീയത്തിലെ വർഗീയതയുടെ ഐക്കൺ എന്ന് വിശേഷിപ്പിക്കുന്ന, ഇന്ത്യ രാജ്യത്തെ മറ്റെല്ലാ മുഖ്യമന്ത്രിമാരും വെള്ള വസ്ത്രമോ മറ്റു വസ്ത്രമോ ധരിക്കുമ്പോൾ കാഷായ വസ്ത്രം മാത്രം ധരിക്കുന്ന, ഏത് കാലത്തും വർഗീയതയുടെ ഒരു അംബാസഡറായി പ്രവർത്തിക്കുന്ന, ഒരു സംശയവുമില്ലാത്ത പള്ളിക്കകത്ത് പോയി അമ്പലത്തിൻ്റെ നമ്മുടെ ശിലയുണ്ടോ എന്ന് പരിശോധിക്കുന്ന, ഗ്യാൻവ്യാപി വരെ നിലപാടെടുക്കുന്ന, ബുൾഡോസർ രാജ് നടപ്പിലാക്കുന്ന, ന്യൂനപക്ഷങ്ങളെ ഇടിച്ചു നിരത്തുന്ന യോഗി ആദിത്യനാഥിൻ്റെ സന്ദേശമെടുത്ത് വാസവൻ വായിക്കുമ്പോൾ തന്നെ നമ്മൾക്കറിയാമായിരുന്നു ഇടതുപക്ഷം അല്ലെങ്കിൽ CPM മുഖ്യമന്ത്രി അയച്ച ആശംസയും വായിച്ചിരുന്നല്ലോ. അല്ല അജിംഷാദ്, നമ്മളിപ്പോൾ ചർച്ചയാണല്ലോ. ഞാൻ എൻ്റെ രാഷ്ട്രീയം പറയുന്നത്, അജിംഷാദിനെ അത് തിരുത്താം. ഞാൻ പറയുന്നത് സെപ്റ്റംബർ മാസം 20-ാം തീയതി ഭഗവത്ഗീത വായിച്ചുകൊണ്ട് നമ്മുടെ മുഖ്യമന്ത്രി വന്നപ്പോൾ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നിരന്തരമായി വർഗീയ വിഷം തുപ്പുന്ന കേരളത്തിലെ മുസ്ലിം സമുദായത്തിനെതിരെ നിരന്തരമായി അക്രമം നടത്തുന്ന, വർഗീയ പരാമർശം നടത്തുന്ന, കോഴിക്കോട് നഗരത്തിലെ നൗഷാദിൻ്റെ മരണം മുതൽ ഇങ്ങോട്ട് വർഗീയത എപ്പോഴും വരൽത്തുമ്പിലുള്ള ഒരാളെ എഴുന്നള്ളിച്ച് അവിടെ കൊണ്ടുവന്നത് മുതൽ ആരംഭിച്ചതാണ് CPMൻ്റെ സെറ്റ് ബാക്ക്. അവിടെ നിന്ന് നമ്മൾക്കറിയാം ശബരിമലയിലെ സ്വർണ്ണക്കടത്തിലേക്ക് പോയി. CPM അവിടെ എടുക്കേണ്ട നിലപാടെന്തായിരുന്നു? ഞങ്ങളൊക്കെ വിശ്വസിക്കുന്നത് CPMൻ്റെ നേതാക്കന്മാർ 42 വർഷക്കാലമായി CPMൻ്റെ ജില്ലാ കമ്മിറ്റി അംഗമായ പത്മകുമാർ ജയിലിലേക്ക് പോകുന്ന സമയത്ത് CPM നിലപാടെടുക്കേണ്ടിയിരുന്നു. ഞങ്ങൾ അദ്ദേഹത്തെ പുറത്താക്കുന്നു, മാറ്റി നിർത്തുന്നു. അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ കേരളത്തിലെ വിശ്വാസികൾ CPM എടുത്ത നിലപാടിനോട് ചേർന്ന് നിൽക്കുമായിരുന്നു. പോറ്റി മുതൽ പത്മകുമാർ വരെയുള്ള അറസ്റ്റിൽ എനിക്കറിയാം അജിംഷാദൊക്കെ വന്ന് പറഞ്ഞത് ഒന്നും സംഭവിച്ചിട്ടില്ല, പ്രശാന്തിന്റെ കാലത്ത് സ്വർണം കൂടിയതാണ് എന്നൊക്കെ ചർച്ചയിൽ പറഞ്ഞു. പക്ഷെ കേരളത്തിലെ വിശ്വാസികൾക്കിടയിൽ എല്ലാ ദിവസവും മനോരമ എല്ലാ പത്രങ്ങൾക്കിടയിലും വന്ന വാർത്തകൾ നിത്യേന വാസു എന്ന് പറയുന്ന മുൻ പഞ്ചായത്ത് പ്രസിഡന്റ്, ദേവസ്വം കമ്മീഷണറെ, ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം പത്മകുമാറിനെ അറസ്റ്റ് ചെയ്യുന്നു. ആ സമയത്തൊക്കെ CPM സപ്പോർട്ട് ചെയ്യുന്നു. കഥയാണ് ഞാൻ പറഞ്ഞത്. 2024 കഥയാണ്. അപ്പോൾ 9 ഗ്രാം കൂടിയിട്ടേ ഉള്ളൂ. അതാണ് കണക്കുകൾ. ഈ കണക്കുകളെ മറച്ചു വെച്ച് ഈ ട്രോൾ യുക്തിയിൽ ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. ഞാൻ പറഞ്ഞു വന്നത് അജിംഷാദ് ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരമാണ്. അപ്പോൾ ഈ ഒരു കാര്യത്തിൽ നിലപാട്, ശബരിമലയിലെ നിലപാട്, അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട നിലപാട്, അതേ സമയത്ത് തന്നെ അപ്പുറത്ത് PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് LDFനകത്ത് നടന്ന കോലാഹലം
നിങ്ങൾക്കറിയാം AISF-ന്റെ സംസ്ഥാന പ്രസിഡന്റ് ഒരു ദിവസം പത്രസമ്മേളനം നടത്തി പറയുകയാണ്, SFI-ക്കാരാ നിങ്ങൾ സമരം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, നിങ്ങൾ മുണ്ടുടുക്കരുത്, നിങ്ങൾ പാൻറ് ഇട്ട് സമരം ചെയ്യണം, കാരണം നിങ്ങളുടെ മുണ്ടിനടിയിലെ കാക്കി ട്രൗസർ കാണാൻ സാധ്യതയുണ്ട് എന്ന് AISF-ന്റെ CPI-യുടെ വിദ്യാർത്ഥി സംഘടനയുടെ സംസ്ഥാന പ്രസിഡന്റ് പറഞ്ഞത് വാർത്തയായപ്പോൾ സ്വാഭാവികമായിട്ടും PM ശ്രീയിൽ പിറകിലെ വാതിലൂടെ പോയി ഒപ്പുവെക്കാൻ ശ്രമിച്ച പിണറായി വിജയൻ ഭരണകൂടത്തിനെ ഇന്ത്യയിലെ ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ വിലയിരുത്തി. അതിനുമപ്പുറത്തേക്ക് നമ്മൾക്കൊക്കെ അറിയാവുന്നതുപോലെ SIR-ന്റെ പേരിൽ കേരളത്തിലെ ജനത വല്ലാതെ ബുദ്ധിമുട്ടിയ സംസ്ഥാനങ്ങളിലൊന്നും PM ശ്രീ ഒപ്പിട്ടിട്ടില്ലേ നിജേഷ് അരവിന്ദ്? അല്ല, അതൊരു കേന്ദ്രം സംസ്ഥാനം എന്ന തലത്തിലുള്ള ഫണ്ട് വിന്യാസമല്ലേ? അതിനെ ഇങ്ങനെ കാണുന്നത് ക്രൂരമല്ലേ? കോൺഗ്രസ് ന്യായീകരണമല്ല അജീം ഷാദെ. തെരഞ്ഞെടുപ്പിൽ ഒരു പരാജയം വരുന്ന സമയത്ത് തിരുത്തണം. ഇപ്പോൾ SIR-മായി ബന്ധപ്പെട്ട് കേരളത്തിലെ ജനത ആശങ്കയിലായപ്പോൾ നിങ്ങൾക്കറിയാമല്ലോ, കോവിഡ് കാലത്ത് എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി നമ്മളടുത്തൊക്കെ വന്ന് അങ്ങ് കാസർകോട്ടെ കണക്ക് മുതൽ തിരുവനന്തപുരം വരെയുള്ള കണക്ക് പറഞ്ഞ് പേടിപ്പിച്ച് ക്വാറന്റൈൻ എന്നും അതും ഇതും, അവസാനം പട്ടിക്ക് ഭക്ഷണം കൊടുക്കണം, പൂച്ചയ്ക്ക് കൊടുക്കണം, പക്ഷികൾക്ക് വെള്ളം കൊടുക്കണം, പാമ്പിന് കൊടുക്കണം, ചേരയ്ക്ക് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഒരു മനുഷ്യ സ്നേഹത്തിനപ്പുറത്ത് ഭൂമിയിലെ സർവ്വ ചരാചരങ്ങളോടും സ്നേഹമുള്ളൊരു മുഖ്യമന്ത്രിയെ കണ്ടു. അതിൽ നിന്ന് SIR-ന്റെ പേരിൽ കേരളത്തിലെ ജനത വല്ലാതെ ബുദ്ധിമുട്ടിയ സമയത്ത് ഒരു ദിവസം വൈകുന്നേരം പത്രസമ്മേളനം നടത്തിയിട്ട് നിങ്ങൾ പേടിക്കേണ്ട കേരളത്തിലെ ജനങ്ങളെ, നിങ്ങളുടെ വോട്ട് നഷ്ടപ്പെടില്ല, ഞാൻ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വാസമായിരുന്നു. അദ്ദേഹത്തെ നമ്മൾ കണ്ടിട്ടില്ല. ശബരിമല വന്ന സമയത്ത് ഒരു ദിവസം മുഖ്യമന്ത്രി വന്ന് പറഞ്ഞാൽ നമ്മൾ കാണില്ല. അതിന് പകരം എല്ലാ വെള്ളി, ശനി, ഞായറും കേരളത്തിന്റെ മുഖ്യമന്ത്രി വിദേശത്തായിരുന്നു. അജീം ഷാദെ ഖത്തറിൽ പോകുന്നു, സൗദിയിൽ പോകുന്നു, ബഹ്റിനിൽ പോകുന്നു, ഒമാനിൽ പോകുന്നു. അദ്ദേഹം വിദേശ സന്ദർശനത്തിലായിരുന്നു ഈ തെരഞ്ഞെടുപ്പിന്റെ പീക്ക് ടൈമിൽ. അതൊക്കെ ആണ് പഠിക്കേണ്ടത്, അല്ലാതെ നേരിയ വ്യത്യാസമാണ്, 63ആണ് 83ആണ്. ശ്രീ ജയചന്ദ്രൻ സാർ പറഞ്ഞ കണക്കിലോടൊന്നും എനിക്കതിൽ യോജിപ്പുമില്ല. ഈ പാറ്റേൺ ആ പാറ്റേൺ, ഞങ്ങൾ ആ പാറ്റേൺ ഒന്നും പറയുന്നില്ല. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് ഡിസംബറിൽ തെരഞ്ഞെടുപ്പ് നടന്നു. 13 വോട്ടെണ്ണിയ സമയത്ത് കേരളത്തിലെ 500-ലധികം വരുന്ന ഗ്രാമപഞ്ചായത്തുകളിൽ കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണി ജയിച്ചിട്ടുണ്ട്. മൊത്തം സീറ്റിൻ്റെ അടിസ്ഥാനത്തിൽ CPM-നേക്കാൾ ഒരുപാട് മുന്നിലാണ് കോൺഗ്രസിൻ്റെ മെമ്പർമാരുടെ എണ്ണം. കേരളത്തിലെ കോർപ്പറേഷനുകൾക്കകത്ത് തൃശ്ശൂരിലും എറണാകുളത്തും കണ്ണൂരിലും കൊല്ലത്തും വളരെ വ്യക്തമായ ഭൂരിപക്ഷത്തോടു കൂടി കോൺഗ്രസ് ആണ്, UDF ആണ് മുന്നിട്ടത്. BJP ആണ് തിരുവനന്തപുരത്തെ ഏറ്റവും വലിയ കക്ഷി. കോഴിക്കോട്ട് കേവല ഭൂരിപക്ഷമായിട്ടില്ലെങ്കിലും LDF ആണ് ഏതാനും സീറ്റുകൾക്ക്. ഇതാണ് കേരളത്തിലെ അവസ്ഥ. മുനിസിപ്പാലിറ്റികളിൽ ഭൂരിപക്ഷം, ബ്ലോക്ക് പഞ്ചായത്തിൽ ഭൂരിപക്ഷം, ഗ്രാമപഞ്ചായത്തിൽ ഭൂരിപക്ഷം കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന മുന്നണിക്കാണ്. അതിൻ്റെ പേരിൽ കൊടുവാളെടുത്ത് ആളുകളെ വെട്ടാൻ പോയാൽ, ഗാന്ധി പ്രതിമയുടെ ചെവി പൊട്ടിച്ചാൽ, ഇന്ദിരാഗാന്ധിയുടെ പ്രതിമ തകർത്താൽ, കോൺഗ്രസിന്റെ ഓഫീസ് തല്ലി തകർത്താൽ ഒന്നും ഇതിന് പരിഹാരമാകില്ല. നിങ്ങൾ തിരിച്ചു പോകണം, ജനങ്ങളിലേക്ക് തിരിച്ചു പോകണം. നിങ്ങൾ എപ്പോഴും എല്ലാ ഇലക്ഷൻ വരുമ്പോൾ ഞങ്ങൾ ഉപദേശിക്കുന്നത് ഒന്ന് ചെറുതായിട്ട് തിരിച്ചു ഉപദേശിക്കുന്നു, അത്ര മാത്രമേ ഉള്ളൂ. തീർച്ചയായും. ശ്രീ PK ഗോപൻ, അദ്ദേഹം പാട്ട് പാടിയില്ല, അദ്ദേഹം ഉപദേശിക്കുകയാണ് ചെയ്തത്. ഈ പറഞ്ഞ കാര്യങ്ങളിലെ വസ്തുതകളെ കണക്കുകളുടെ അടിസ്ഥാനത്തിൽ കേൾക്കാൻ തയ്യാറല്ല എന്നാണ് പറയുന്നത്. മുഖ്യമന്ത്രി വിദേശത്ത് പോയതടക്കമുള്ള, അത് കോൺഗ്രസിനെ പോലെ ഒരു പ്രമുഖ പാർട്ടിയുടെ വളരെ പരിണിതപ്രജ്ഞനായ, സാധാരണഗതിയിൽ വളരെ നിലവാരം ഉയർത്തി തന്നെ സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ് നിജേഷ് അരവിന്ദ്. ആ നിജേഷ് അരവിന്ദ് പോലും മുഖ്യമന്ത്രി വിദേശത്ത് പോയതിനെ ഒരു വാട്സപ്പ് യൂണിവേഴ്സിറ്റി നിലവാരത്തിലൊക്കെയാണ് പറയുന്നത്. അതിലെനിക്ക് അത്ഭുതമുണ്ട്. അത് പോട്ടെ, അവിടെ നിൽക്കട്ടെ. എന്താണ് ഈ നിജേഷ് ഉപദേശിച്ച ഉപദേശത്തിൽ നിങ്ങൾക്ക് എടുക്കാവുന്നതും തള്ളാവുന്നതുമായ വശം? PK ഗോപൻ. അജീം ഷാ, ആദ്യമായി തെരഞ്ഞെടുപ്പ് നമ്മളിപ്പോൾ 2-3 ദിവസമായിട്ട് ചർച്ച ചെയ്യുന്നെങ്കിലും വിജയിച്ചവരെ ബഹുമാനിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്നു. കോൺഗ്രസ് കേരളത്തിൽ വിജയിച്ചിട്ടുണ്ട്, വളരെ സത്യസന്ധമായി അക്കാര്യം അംഗീകരിക്കുന്നു. CPM വളരെ അത്ഭുതകരമായി മുന്നേറിയ ഘട്ടത്തിലും ഞങ്ങൾ ആ മുന്നേറ്റത്തെ അഹങ്കാരമായി കണ്ടില്ല. ഞങ്ങൾക്ക് ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ വീഴ്ച വന്നിട്ടുള്ളത്. അതിൻ്റെ രാഷ്ട്രീയം എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലും ഞങ്ങൾക്ക് പരാജയം സംഭവിച്ചപ്പോൾ ആ പരാജയം കേരളത്തിലെ സർക്കാരിൻ്റെ പരാജയമായി ജനങ്ങൾ കണ്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ ആ പരാജയത്തിൽ തളർന്നും പോയില്ല. വീണ്ടും ശക്തമായി കേരളത്തിലെ ജനങ്ങൾക്കൊപ്പം ഞങ്ങൾ നിൽക്കുകയാണ് ചെയ്തത്. 110 അസംബ്ലി മണ്ഡലങ്ങളിൽ UDF-ന് മുൻകൈ ലഭിച്ച പാർലമെന്റ് ഇലക്ഷന് ശേഷം നേരത്തെ ഇവിടെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചതുപോലെ
മലയാള മനോരമയെ പോലുള്ള തീവ്ര വലതുപക്ഷ സ്വഭാവം പുലർത്തുന്ന മാധ്യമത്തിന് തന്നെ 80 സീറ്റ് എന്നിടത്തേക്ക് അത് അംഗീകരിക്കേണ്ടി വന്നെങ്കിൽ 30 സീറ്റിന്റെ വ്യത്യാസം പാർലമെന്റ് ഇലക്ഷന് ശേഷം പഞ്ചായത്ത് ഇലക്ഷനിലേക്ക് വന്നപ്പോൾ കേരളത്തിൽ കൈവരിച്ചത് സമചിത്തതയോടുകൂടി ജനങ്ങൾക്ക് പ്രയോജനപ്രദമായ കാര്യങ്ങൾ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി നിർവഹിച്ചു എന്നുള്ളത് കൊണ്ടാണ്. 9.5 വർഷം ഇവിടെ ഭരിക്കുമ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രതിച്ഛായ ചർച്ചയില്ല, രണ്ടാമൻ ആരംഭ ചർച്ചയില്ല, സാമുദായിക സ്വാധീനത്തെക്കുറിച്ച് ചർച്ചയില്ല, 5ാം മന്ത്രിസ്ഥാനത്തെക്കുറിച്ച് ചർച്ചയില്ല, സൗഹാർദ്ദത്തിന്റെ പ്രശ്നം കേരളത്തിൽ നിഴലിച്ചു നിന്നു. 9.5 വർഷത്തിനിടയിൽ വർഗീയതകൾ ഉണ്ടായില്ല. അപ്പോൾ അങ്ങനെ അധികാര രാഷ്ട്രീയം ഒരു KPCCയുടെ സെക്രട്ടറിമാരെ എടുക്കുന്നതിന് അത് ഇപ്പൊ എണ്ണം എത്രയാണെന്ന് ഗിന്നസ് ബുക്കിൽ പോലും പോയി പരിശോധിച്ചറിയാൻ പറ്റാത്ത എണ്ണത്തിൽ എത്തിക്കുന്നതൊക്കെ അധികാര ഭ്രാന്തും അധികാര ദാഹവും മുക്കുന്നത് കൊണ്ടാണ്. ഒരു KPCCക്ക് ഒരു പ്രസിഡന്റ് ഉണ്ട്, അസിസ്റ്റന്റ് വൈസ് പ്രസിഡന്റ് എടുത്താൽ മനസ്സിലാവും, ജോയിന്റ് സെക്രട്ടറി എടുത്താൽ മനസ്സിലാവും. വർക്കിംഗ് പ്രസിഡന്റുമാരെന്ന് പറഞ്ഞാൽ എന്താ? നിലവിലുള്ള പ്രസിഡന്റ് വർക്ക് ചെയ്യത്തില്ലെന്നല്ലേ അതിന്റെ മലയാളം. അപ്പൊ സാമുദായിക അടിസ്ഥാനത്തിൽ ജാതി അടിസ്ഥാനത്തിൽ വർക്കിംഗ് പ്രസിഡന്റുമാരെ എടുക്കുക, സാമുദായിക അടിസ്ഥാനത്തിൽ അതിന് പരിഹാരമായിട്ട് പിന്നെ UDF കൺവീനറെ എടുക്കുക, അങ്ങനെയൊക്കെയുള്ള അപകടകരമായ രാഷ്ട്രീയം കളിച്ചുകൊണ്ടല്ല ഇടതുപക്ഷം ഇവിടെ 9.5 വർഷക്കാലമായി ഭരിച്ചത്. ഞങ്ങൾ നല്ല അഭിമാനത്തോടു കൂടിയാണ് അത്തരം കേരളീയ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്തിട്ടുള്ളത്. മറ്റൊരു കാര്യം, ഈ ഭക്തിഗാനം പാടുന്നതിനെ കുറിച്ച് അങ്ങ് തന്നെ ഇവിടെ പറഞ്ഞു. ഒരു ഗതികേട് നിങ്ങൾ ആലോചിച്ച് നോക്ക്. സാമാന്യം വലിയ നല്ല മെച്ചപ്പെടൽ UDFനുണ്ടായ ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ അത് ആഘോഷിക്കുന്നത് ഭക്തിഗാനം പാടിയിട്ടാണ്. എന്ന് പറഞ്ഞാൽ മതപരമായ അല്ലെങ്കിൽ ദൈവപരമായ വിശ്വാസത്തെ തെരഞ്ഞെടുപ്പിന്റെ ഘട്ടത്തിൽ ഉപയോഗിച്ചതിന്റെ ഒരു പ്രതിഫലനമാണ് ഇന്ന് പാർലമെന്റ് മന്ദിരത്തിന് മുമ്പിൽ കണ്ടത്. ശ്രീ ജിജേഷ് ഇവിടെ പിന്നെ പല കാര്യങ്ങളും പറഞ്ഞ കൂട്ടത്തിൽ കേന്ദ്ര സർക്കാർ കേരളത്തെ കൈകാര്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഈ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ MP-മാർ, ഈ കേരളത്തിൽ നിന്നുള്ള MLA-മാർ ഡൽഹിയിൽ സമരം നടത്തിയപ്പോൾ അവിടെ വന്ന് ഈ പാട്ടൊന്നും നടത്തിയില്ലല്ലോ. നരേന്ദ്രമോദിക്കെതിരായിട്ട് ഒരു സമരം നടത്തിയത് പറയാമോ? പാർലമെന്റിന് മുമ്പിൽ UDF MP-മാർ കേന്ദ്ര സർക്കാരിനെതിരായിട്ടൊരു സമരം നടത്തിയത് പറയാവുന്നത്. ദേശീയാടിസ്ഥാനത്തിലെ ചില പ്രശ്നത്തിൽ അവിടെ പ്ലക്കാർഡ് പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പക്ഷെ കേരളത്തെ ദ്രോഹിക്കുന്നതിനെതിരായിട്ടോ കേരളത്തിലെ പാർലമെന്റ് അംഗങ്ങൾ ശശി തരൂരിന്റെ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വികസിച്ചിട്ടുണ്ടോ? ശശി തരൂർ ഇപ്പോ ഒരു മൃദു BJP അല്ലെങ്കിൽ മൃദു നരേന്ദ്രമോദിയാണല്ലോ. ചെറിയ ആളല്ല ശശി തരൂർ. നിങ്ങളുടെ പാർലമെന്റ് മെമ്പർ മാത്രമല്ല, നിങ്ങളുടെ 19-1 നിങ്ങൾക്ക് സോണിയാഗാന്ധിക്കും നിങ്ങളുടെ പ്രിയങ്ക ഗാന്ധിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ഖാർഗെയ്ക്കോ ഒപ്പമുള്ള നിങ്ങളുടെ നാഷണൽ വർക്കിംഗ് കമ്മിറ്റി, വളരെ പ്രധാനപ്പെട്ട മീറ്റിംഗ് ആണല്ലോ അത്. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ എന്നൊക്കെ പറയുന്നത് പോലെയാണല്ലോ നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി. ഞങ്ങളുടെ പോളിറ്റ് ബ്യൂറോ അംഗം നരേന്ദ്രമോദിയെ ഇങ്ങനെ സ്തുതിച്ചുകൊണ്ടൊരു സ്റ്റേറ്റ്മെന്റ് വന്നാൽ കേരളത്തിന്റെ പ്രതികരണം എന്തായിരിക്കും? എത്ര ദിവസം കേരളത്തിലെ ചാനലുകൾ ചർച്ച ചെയ്യും? അപ്പൊ ശശി തരൂരിനെ പോലുള്ള ആളുകൾ നിങ്ങളുമായിട്ടൊരു പാലമാണ് BJPക്ക്. ഇനി മറ്റൊരു പാലം കൂടി ഞാൻ സൂചിപ്പിക്കാം. നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ള പാലമാണ്. കേരളത്തിലെ 2 മുഖ്യമന്ത്രിമാരുടെ മക്കളെ നിങ്ങൾ വിട്ടുകൊടുത്തിട്ടുണ്ട്. അത് BJP ആയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. വെറുതെ പോയതല്ല അവര്. ശ്രീ AK ആന്റണി ജീവിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ സർവ്വസമ്മതത്തോടു കൂടി അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട സഹധർമ്മിണി കൊണ്ടിയെന്ന് BJPയുടെ കൊടുക്കുകയാണ് അനിൽ ആന്റണിയെ. അതുപോലെ ശ്രീ K കരുണാകരന്റെ മകൾ പത്മജയെ കൊടുത്തത് BJP ആയിട്ടുള്ള ഡീലിന്റെ ഭാഗമാണ്. ഇനി അവരിങ്ങോട്ട് തന്നത് അത്ര എടുക്കാത്ത ഒരു സാധനം കൂടിയാണെന്ന് പറയുന്നത്. സന്ദീപ് വാര്യരെ നിങ്ങൾക്ക് തന്നിരിക്കുകയാണ്. ഇതെല്ലാം കൂടി ചേർത്ത് ഡീല് ഉണ്ടാക്കുന്നത് ഇതിന്റെ ഭാഗമായിട്ടാണ്. നിങ്ങൾ ശശി തരൂരിന്റെ പേര് നടപടി എടുക്കാത്തത് എന്താ? നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് എടുക്കാൻ കഴിയാത്തത്? നിങ്ങൾ വെള്ളാപ്പള്ളിയുടെ സ്റ്റേറ്റ്മെന്റിനെ കുറിച്ച് കേരളത്തിൽ 2-3 ദിവസമായിട്ട് പറയുന്നല്ലോ. വെള്ളാപ്പള്ളി CPM-ന്റെ ഭാഗമല്ല, LDF-ന്റെ ഭാഗമല്ല. വെള്ളാപ്പള്ളി ഒരു സമുദായ സംഘടന സെക്രട്ടറിയാണ്. അദ്ദേഹം അതിന്റെ രാഷ്ട്രീയം പറയാറുള്ളൂ. അത് നമുക്ക് യോജിപ്പും വിയോജിപ്പും ഉള്ള കാര്യങ്ങൾ അദ്ദേഹം പറയാറുണ്ട്, വിയോജിപ്പുള്ള ഞങ്ങളും പറയാറുണ്ട് അദ്ദേഹത്തോട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഇത്തരം മുസ്ലിം വിരുദ്ധ പ്രസംഗം നടത്തിയെന്ന് പറയുമ്പോൾ മോദി അനുകൂല പ്രസംഗം നടത്തുന്ന തരൂരിനെതിരായിട്ട് നിങ്ങൾക്ക് എന്ത് പൊളിറ്റിക്സാണ് ഉള്ളത്? അപ്പൊ ഭക്തിഗാനം പാടി ആഘോഷിക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ കൈ. ഇനി വേറൊരു ഗീതം കൂടി പാടി നിങ്ങളുടെ കർണാടകത്തിലെ മുഖ്യമന്ത്രിയാകാൻ അവിടെ വലിയ ബഹളം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ശ്രീ DK ശിവകുമാർ, അദ്ദേഹം പാടിയത് ഗണഗീതമാണ്. നിങ്ങൾ എന്ത് നടപടി എടുത്തെന്നാ? അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. നിങ്ങൾക്ക് അടുത്തോട്ട് ചെല്ലാൻ പറ്റില്ല. അതുകൊണ്ട് അത്തരം രാഷ്ട്രീയ സമീപനമാണോ നിങ്ങൾ സ്വീകരിക്കേണ്ടതെന്നുള്ളത് നോക്കണം. ഇനി UP മുഖ്യമന്ത്രിയുടെ ആശംസകൾ വായിച്ചു. എൻ്റെ സുഹൃത്തെ, UP മുഖ്യമന്ത്രി
ശബരിമല ഒരു ഇഷ്യൂ BJP ശക്തമായിട്ട് അതിനെ എതിർക്കുകയും BJP അവിടെ കൊണ്ടുവന്നിട്ട് മറ്റൊരു സംഗമം സംഘടിപ്പിച്ച് ആ ശബരിമല മതേതര ഇടമല്ല, അത് വാവര് സ്വാമിയായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല, ശബരിമലയിൽ എല്ലാ മതക്കാരും കയറാൻ പാടില്ല. എത്ര വലിയ അപകടം അവർ കാണിച്ചത്. അവർ ചെങ്കോട്ടുകോണം സ്വാമിയെ കൊണ്ടുവന്ന് പ്രസംഗിപ്പിച്ചു. പണ്ട് നിലയ്ക്കൽ സംഭവം ഞങ്ങളുടെയൊക്കെ വിദ്യാർത്ഥി ജീവിത കാലത്ത് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ് നിലയ്ക്കൽ സംഭവം. ആ നിലയ്ക്കൽ സംഭവത്തിന്റെ കക്ഷിയും ഈ ചെങ്കോട്ടുകോണ സ്വാമിയായിരുന്നു. അയ്യപ്പന്റെ പൂങ്കാവനം എന്നും പറഞ്ഞു കുരിശും ഒക്കെ കൊണ്ടുവന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയത്. ആ സമയത്ത് ഇതുപോലെ വർഗീയവൽക്കരിക്കാൻ ഒരു ശ്രമം നിങ്ങൾ നടത്തി. നിങ്ങളൊരു അക്ഷരം വേണ്ടി അതിനെതിരായിട്ട് ഒരക്ഷരം. നിങ്ങൾ ആ BJP നടത്തിയ അയ്യപ്പ ക്ഷേത്രം അവിടെ നിങ്ങൾ നടത്തിയിട്ടുള്ള ഒരുപാട് ഇടപെടലുണ്ടല്ലോ കേരളത്തിൽ അയ്യപ്പ സംഘം വന്ന് നടന്നതിനെതിരായിട്ട്. പക്ഷെ ഇവർ നടത്തിയതിനെതിരായിട്ട് നിങ്ങൾ സംസാരിച്ചോ? നിങ്ങൾ ആചാരത്തെക്കുറിച്ച് പറയുന്നല്ലോ, ആചാര ലംഘനത്തെക്കുറിച്ച് പറയുന്നല്ലോ. 41 ദിവസം വ്രതം എടുക്കണ്ടേ സുഹൃത്തെ ശബരിമലയിൽ പോകാൻ? നിങ്ങൾ ചർച്ച വേറെ വിശദീകരിക്കണ്ടല്ലോ. VD സതീശന്റെ മുഖം നോക്കി 4 മണിക്കൂർ വ്രതം എടുത്തിട്ടാണോ ശബരിമലയിൽ പോയിട്ടുള്ളത്? 41 ദിവസവും ക്ഷൗരം ചെയ്യാൻ പാടില്ല, താടിക്കാൻ പാടില്ല, എല്ലാ ദിവസവും മത്സ്യമാംസാദികൾ കഴിക്കാൻ പാടില്ല, ഭക്ഷണത്തിന് തന്നെ ക്രമീകരണങ്ങളുണ്ട്, വെജിറ്റേറിയൻ മാത്രമേ ആകാവൂ. ഇങ്ങനെ ഒരുപാട് നടപടിക്രമങ്ങളാണല്ലോ ഈ വ്രതം എന്ന് പറയുന്നത്. അതെല്ലാം ഞാൻ വിടുന്നു, അതൊക്കെ നമുക്ക് അറിയാൻ പറ്റില്ല. പക്ഷെ മുഖത്ത് നോക്കിയാൽ അറിയാമല്ലോ എന്ത് ആചാരം അനുഷ്ഠിച്ചിട്ടാണ് ശബരിമല പോകുന്നത്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ച് ശബരിമല അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ ഇഷ്ടമാണെന്നായിരുന്നു പറഞ്ഞിരുന്നത്. അതെ അതെ, അദ്ദേഹത്തിന് ഇഷ്ടമാണ്. ആചാരം ലംഘിക്കുന്ന അദ്ദേഹം ആചാരം ലംഘിക്കുന്നു എന്ന് പറയാൻ അദ്ദേഹത്തിന് ആചാരം ലംഘിക്കാൻ അവകാശമുണ്ട്, വേറെ ആർക്കും അതിന് അവകാശമില്ലെന്നാണ്. പിന്നെ PHCയെ കുറിച്ച് നിങ്ങൾ എന്ത് യുക്തിയായി പറയുന്നത്? SSK ഫണ്ടൊക്കെ ഞങ്ങൾക്ക് നന്നായിട്ട് അറിയാവുന്ന, അതായത് ഒരു വർഷം നമ്മുടെ ഭിന്നശേഷിക്കാർക്ക് SC/ST വിഭാഗത്തിന് എല്ലാം വിദ്യാഭ്യാസ മേഖലയിൽ ലംസം ഗ്രാന്റ് ഉൾപ്പെടെ കൊടുക്കുന്നതിൽ SSK ഫണ്ട് ഉണ്ട്. 1714 കോടി രൂപ കേരളത്തിന് തരാനുണ്ട് സുഹൃത്തെ. നിങ്ങളുടെ എഴുന്നേറ്റ് ചോദിക്കൂ, അത് തരണമെങ്കിൽ PMC ഒപ്പിടണം. PMC വഴി കിട്ടുന്നത് 5 കോടി രൂപയാണ്. കൃത്യമായി പറയാൻ 170 കോടി രൂപയാണ്. ഞങ്ങൾ 3-4 വർഷമായിട്ട് നിരന്തരമായി പരിശോധിച്ചിരിക്കുകയാണ് അവിടെ. അപ്പൊ അവര് പറയുന്നത് നിങ്ങൾ SSK ഫണ്ട് തരാം, പക്ഷെ PMC. ഈ PMC എന്ന് പറയും ഇവിടുത്തെ സിലബസ് തയ്യാറാക്കുന്നവരാ. കേരളത്തിലെ പാഠ്യപദ്ധതിയുടെ സിലബസ് തയ്യാറാക്കുന്ന തീർച്ചയായും എന്തോ റേഞ്ച് ഇഷ്യൂ വന്നോന്ന് തോന്നുന്നു, എന്തോ സാങ്കേതിക പ്രശ്നം പറഞ്ഞു. ഞാൻ തിരിച്ചെത്താം. ശ്രീ PK ഗോപൻ പറഞ്ഞ കാര്യങ്ങളോട് നിജേഷ് അരവിന്ദന് എന്തായാലും മറുപടികളുണ്ടാകും. അത് നമുക്ക് സംവാദത്തിൻ്റെ ആ ഘട്ടത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഞാൻ ഈ കാര്യം കൂടി ഒന്ന് കേൾപ്പിക്കാം. അതായത് വിജയത്തിന് ശേഷം VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യം. ഇന്ന് ഗോവിന്ദൻ മാഷ് സൂചിപ്പിച്ചത്, CPIM സൂചിപ്പിച്ചത് CPIM നേതാക്കൾ മുമ്പോട്ട് വെക്കുന്നതായ രാഷ്ട്രീയ ആശങ്കകൾ. ഈ UDFന് മേൽക്കൈ കിട്ടുന്നു, LDFന് തിരിച്ചടികൾ ഉണ്ടാകുന്നു, പക്ഷേ വോട്ട് ഷെയറിലോ അതിൻ്റെ അടിത്തറയിലോ ഒരു വിധത്തിലുമുള്ള ഭംഗം സംഭവിച്ചിട്ടില്ല എന്ന് കണക്കുകളുടെ അടിസ്ഥാനത്തിൽ ആവർത്തിച്ച് പറയുമ്പോഴും വിജയം എന്തായാലും UDFനൊപ്പമാണല്ലോ. ആ അർത്ഥത്തിൽ എന്താണ് വിജയത്തിന് ശേഷം VD സതീശൻ പറഞ്ഞതെന്ന് നോക്കാം ആ വാക്കുകളിലേക്ക്. UDF എന്ന് പറയുന്നത് പലരും വിചാരിക്കുന്നത് പോലെ എല്ലാവരും അല്ല, കുറേ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല. എന്തുകൊണ്ടാണ് വിജയിക്കുമെന്ന് നിങ്ങൾ ഉറപ്പ് പറയുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞ മറുപടി, ഇന്നത്തെ UDF കുറേ രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമല്ല, അത് ഒരുപാട് സാമൂഹ്യ ഘടകങ്ങൾ കൂടി ഉൾപ്പെടുന്ന ഒരു വലിയ പൊളിറ്റിക്കൽ പ്ലാറ്റ്ഫോമാണ്. ഇതായിരുന്നു ഞങ്ങളുടെ വിജയിക്കുമെന്നതിൻ്റെ ഏറ്റവും വലിയ അവകാശവാദം. ശ്രീ M ജയചന്ദ്രൻ, എന്താണ് ഇതിൻ്റെ മലയാളം? ഞങ്ങൾ ഒരു കൂട്ടം പാർട്ടികളുടെ കോൺഫെഡറേഷൻ മാത്രമല്ല, ഇത് കഴിഞ്ഞ ദിവസം, അതായത് വിജയത്തിന് ശേഷമുള്ള VD സതീശൻ എന്ന പ്രതിപക്ഷ നേതാവിൻ്റെ പ്രതികരണമാണ്. ഇതിൽ നിരവധി പ്രത്യേകതകൾ ഉള്ളടങ്ങിയിട്ടുണ്ട്, നിരവധി ഹൈഡായ സന്ദേശങ്ങളുണ്ട് എന്ന് എനിക്ക് തോന്നിയത് കൊണ്ടാണ് ഒരു മാധ്യമപ്രവർത്തകൻ്റെ ഉത്സുകതയിൽ ഞാൻ ഈ വാക്കുകൾ ഇപ്പോൾ കാണിച്ചത്. അതായത് ഇത് ഒരു കോൺഫെഡറേഷനാണ് എന്ന് നിങ്ങൾ കരുതരുത്. അതുമാത്രമല്ല, ഇതിൽ ഒരുപാട് സാമൂഹിക ഘടകങ്ങൾ ഉൾച്ചേർന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് വിജയിക്കുമെന്ന് തങ്ങൾ മുമ്പേ പറഞ്ഞത്.
ഈ കാൽക്കുലേഷൻ എന്താണ് താങ്കളുടെ നിരീക്ഷണത്തിൽ ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിൽ? ഒറ്റ കാര്യമുള്ള ജിംഷാദിന് അതിന് കൂടുതൽ സ്പെക്കുലേഷൻ്റെ ഒന്നും ആവശ്യവുമില്ല. പിന്നെ ഈ വളരെ വ്യക്തമാണ് അത് അദ്ദേഹത്തിൻ്റെ എന്താണ് ഉള്ളിലിരിപ്പെന്നുള്ളത്. പിന്നെ കൂടുതൽ ഘടകകക്ഷികളെ പച്ചയ്ക്ക് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതാണ് കൂടുതൽ ഘടകകക്ഷികളെ LDFിൽ നിന്ന് UDFിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതല്ല പ്ലാൻ. അതല്ല ഉദ്ദേശം. അവരുടെ അണികൾ പിന്നെ ഇങ്ങോട്ട് പോരണം, UDFിലേക്ക് പോരണം. പച്ചയ്ക്ക് പറഞ്ഞാൽ കേരള കോൺഗ്രസ് എമ്മിനെ നേരെ LDFിലേക്ക് കൊണ്ടുവരാൻ അവർ താല്പര്യപ്പെടുന്നില്ല. പക്ഷേ കേരള കോൺഗ്രസ് എമ്മിൻ്റെ അണികൾ തങ്ങളിലേക്ക് വരും, അവർ പ്രതീക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുള്ള സാഹചര്യമായി പിന്നെ പാലായിലെ ഇഷ്യൂ ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു ചെറിയ ഉദാഹരണം ഞാനത് പറഞ്ഞുള്ളൂ. പറയാൻ കാര്യം, ബിനു പുളിക്കക്കണ്ടത്തിൻ്റെ മകളെ പാലാ നഗരസഭയെ അധ്യക്ഷയാക്കിക്കൊണ്ട് ഒരു ഒത്തുതീർപ്പിന് ശ്രമിക്കുന്നതാണ് ഇന്നൊടുവിൽ ഞാൻ കേട്ടത്. വൈകുന്നേരം വാർത്തകൾ പുറത്ത് വന്നിട്ടില്ല, ഞാൻ കേട്ടതാണ്. അപ്പം ഈ അണികൾ തങ്ങൾക്ക് വേണം, പാർട്ടികളൊക്കെ അവിടെ നിന്നോട്ടെ എന്ന തരത്തിലുള്ള ഒരു സംവിധാനമാണ് ഇദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ളതെന്നുള്ളത് വ്യക്തമാണ്. അതാണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഈ LDFിന് ആ തരത്തിലുള്ള ഒരു ഈ ശോഷണം ശരി, ഞാൻ തിരിച്ചടി ഇല്ലല്ലോ. ഇപ്പോൾ ഞാൻ തിരിച്ചെത്താം. ശ്രീ നിജേഷ് അരവിന്ദ്, ഇത് പാർട്ടികളുടെ ഒരു കോൺഫെഡറേഷൻ മാത്രമാണെന്ന് നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. വിജയത്തിന് ശേഷമാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം പ്രതിപക്ഷ നേതാവ്. ഇത് നിരവധി സാമൂഹിക ഘടകങ്ങൾ ഉൾച്ചേർന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. ആ പ്ലാറ്റ്ഫോം എന്നതുകൊണ്ട് അദ്ദേഹം ഉദ്ദേശിച്ചത് എന്താണ്? അദ്ദേഹം കൈമാറിയത് എന്താണ്? ജാതീയമായ വേർതിരിവുകൾ, ഇത്തരത്തിൽ വർഗീയ ശക്തികളെ പാർട്ടികൾക്കതീതമായി കോർത്തിണക്കുന്ന ചില ഘടകങ്ങളുടെ പ്ലാറ്റ്ഫോമാണ് എന്ന് ആരെങ്കിലും സംശയിച്ചാൽ അതിന് തെറ്റു പറയാനാകുമോ? അതുതന്നെയല്ലേ ഇന്ന് ഗോവിന്ദ മാഷ് CPM നേതാവ് ഇന്ന് അതേ സംബന്ധിച്ച് നിരീക്ഷിച്ചതും പറഞ്ഞതും. എന്താണ് ഈ പ്ലാറ്റ്ഫോം? സാമൂഹിക ഘടകങ്ങളുടെ പ്ലാറ്റ്ഫോം. അല്ല, സാമൂഹിക ഘടകം എന്ന് പറഞ്ഞാൽ എന്താ ജിംഷാദേ? നമ്മുടെ സൊസൈറ്റിയിലെ എല്ലാ ഘടകങ്ങളും സാമൂഹിക ഘടകങ്ങളാണ്. ആ സാമൂഹിക ഘടകങ്ങളെ നമ്മൾക്ക് അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അതായത് സമൂഹത്തിലുള്ള ഏത് വിഷയത്തിനെയും അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോം, അതാണ് UDF എന്നാണ് പറയുന്നത്. അതിനെന്താ തെറ്റുള്ളത്? അതിൻ്റെ മലയാളത്തിൻ്റെ പ്രശ്നം എന്തായിരിക്കുന്നത്? അത് വളരെ കൃത്യമല്ലേ പറഞ്ഞത്. ഞങ്ങൾ കേവലം രാഷ്ട്രീയ പാർട്ടികളുടെ കോൺഫെഡറേഷൻ അല്ല, കേരളത്തിലെ എല്ലാ സാമൂഹ്യ വിഷയങ്ങളെയും അഡ്രസ് ചെയ്യുന്ന ഒരു പ്ലാറ്റ്ഫോമാണ്. അതിനെന്താ തെറ്റ്? ഇനി നേരത്തെ അതെ, സാമൂഹ്യ ഘടകങ്ങൾ, നമ്മുടെ സോഷ്യൽ ഫാക്ടേഴ്സ്, ഈ സമൂഹത്തിനകത്തുള്ള വ്യത്യസ്തമായ കാര്യങ്ങൾ നമ്മളൊക്കെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന എലിമെന്റ്സ്, ആ എലിമെന്റ്സിനെ അഡ്രസ് ചെയ്യുക എന്നുള്ളത് ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഏതൊരു മുന്നണിയുടെയും കർത്തവ്യമല്ലേ? അതേ ശ്രീ VD സതീശൻ പറഞ്ഞല്ലോ, അതിന് നിങ്ങൾ കൂട്ടി പറയണ്ട. ഇനി മിസ്റ്റർ ഗോപൻ, കോൺഗ്രസിലെ സംഘടനാ സംവിധാനം അത് വർക്കിംഗ് ആവട്ടെ, ജോയിൻറ്റ് സെക്രട്ടറി ആവട്ടെ, അത് ഞങ്ങളുടെ സൗകര്യമല്ലേ? നിങ്ങൾ നിങ്ങളുടെ പാർട്ടിക്കകത്തുള്ള സ്ഥാനം ഏതൊക്കെ വേണം, ഏതൊക്കെ പൊസിഷൻ വേണം എന്ന് തീരുമാനിച്ചാൽ പോരെ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ വർക്കിംഗ് പ്രസിഡന്റ് വേണോ, ജോയിൻറ്റ് സെക്രട്ടറി വേണോ, KPC സെക്രട്ടറി വേണോ, അതൊക്കെ അവർ തീരുമാനിക്കട്ടെ. അതല്ലേ അതിൻ്റെ ഒരു ശരി. നിങ്ങൾ വെറുതെ അതിലേക്ക് പോലെ. പിന്നെ ശബരിമലയിൽ പോകണമെങ്കിൽ താടി നീട്ടണം, താടി നീട്ടാതെ പോകുന്നത് ആചാര ലംഘനമാണ് എന്നൊക്കെ പറയുമ്പോൾ ഈ വൈരുദ്ധ്യാത്മക ഭൗതികവാദം കുറെ കാലം തലക്കി പിടിച്ച് കൊണ്ടു നടന്ന നിങ്ങൾക്ക് ഇതിലേക്ക് എടുത്ത് ഒരല്പം കൂടി നിങ്ങൾ ഈ ശബരിമലയിലെ ആചാരങ്ങളെ പറ്റിയും അവിടെ പോകുന്ന ആളുകളെ പറ്റിയും എന്താണ് അതിന് വേണ്ട ക്രൈറ്റീരിയ എന്നൊക്കെ ഒന്ന് പഠിക്കുക. അല്ലാതെ വളരെ ബാലിശമായിക്കൊണ്ട് VD സതീശൻ്റെ മുഖത്ത് നോക്കിയാൽ താടിയില്ല, അതുകൊണ്ട് ആചാര ലംഘനമാണ് നടത്തുന്നത് എന്നൊക്കെ ഒരു ചാനലിൽ വന്ന് പറഞ്ഞാൽ അത് എത്രത്തോളം ബാലിശമാണ് ജിംഷാദെ? ഞാൻ നേരത്തെ പറഞ്ഞു, എന്താ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ എല്ലാ വെള്ളിയാഴ്ചയും വിദേശത്ത് പോയി എന്നുള്ളപ്പോൾ നിലവാരമില്ലാത്തത് എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ ഇടതുമുന്നണിയുടെ സ്റ്റാർ ക്യാമ്പയിനറാണ് പിണറായി വിജയൻ അധികാരത്തിൽ വരാൻ വേണ്ടിയിട്ട് കേരളത്തിൽ എല്ലുമുറിയെ പണിയെടുത്ത CPMൻ്റെ കേഡേഴ്സ്, ആ കേഡേഴ്സ് മത്സരിക്കുന്ന ഇലക്ഷനാണ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പ്. ആ കേഡേഴ്സിന് വേണ്ടി സ്റ്റാർ ക്യാമ്പയിൻ ചെയ്യുന്നതിന് പകരമായിക്കൊണ്ട് 5 കോർപ്പറേഷനുകളിൽ മാത്രമാണ് പിണറായി വിജയൻ ഇത്തവണ ക്യാമ്പയിൻ നടത്തിയത്. സാധാരണഗതിയിൽ ഓരോ സ്ഥലത്ത്, ഇനി ഞാൻ നിലമ്പൂരിലുള്ള സമയത്ത് എനിക്കറിയാം, ഓരോ ഇടത്തും ഓരോ ദിവസവും വ്യത്യസ്തമായ ചെറിയ പരിപാടികൾക്ക് പോലും പങ്കെടുത്ത പിണറായി വിജയൻ എന്ന മുഖ്യമന്ത്രി
ഈ പീക്ക് ടൈമിൽ വിദേശത്തേക്ക് പോയി എന്നുള്ളത് എന്റെ നിലവാര തകർച്ചയല്ല. നിങ്ങൾ അദ്ദേഹത്തിന് മാൻഡേറ്റ് നൽകിയ ഒരു ജനത ഒരു മുഖ്യമന്ത്രിയാക്കി ഒരു ചുമതലയുള്ളപ്പോൾ ആ മുഖ്യമന്ത്രി എന്ന നിലയിൽ വിദേശത്ത് പോകുന്നതിന് ചർച്ച ചെയ്യുന്നത് പോലും യഥാർത്ഥത്തിൽ അത് സ്വയം റദ്ദാകുന്നതാണ്. പ്ലീസ് നിലമ്പൂർ ബൈ ഇലക്ഷന്റെ പോലെ ഒരു നേതാവിനോട് നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ബുദ്ധിമുട്ടുണ്ട്. നിലമ്പൂർ ബൈ ഇലക്ഷന്റെ സമയത്ത് ഇതേ മാൻഡേറ്റ് ഉള്ള സമയത്ത് നിലമ്പൂർ എന്ന് പറയുന്ന മലപ്പുറത്തിന്റെ മലയോര ഗ്രാമത്തിൽ ക്യാമ്പ് ചെയ്ത കേരളത്തിന്റെ മുഖ്യമന്ത്രി, പാലക്കാട്ട് ബൈ ഇലക്ഷനും ഉള്ള സമയത്തും അതുപോലെ തന്നെ രണ്ടാമത്തെ ബൈ ഇലക്ഷൻ ഉള്ള സമയത്തും അവിടെ ക്യാമ്പ് ചെയ്ത, അവിടെ തൃക്കാക്കര ബൈ ഇലക്ഷൻ ഉള്ളപ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത, പുതുപ്പള്ളി ബൈ ഇലക്ഷൻ ഉണ്ടാകുമ്പോൾ അവിടെ ക്യാമ്പ് ചെയ്ത, കാരണം അത് മുഖ്യമന്ത്രിയാണ്, ഒരു സ്ട്രാറ്റം മുകളിലുള്ള ആളുകളാണ്. ഇവിടെ മത്സരിക്കുന്നത് സാധാരണ ബ്രാഞ്ച് സെക്രട്ടറി മുതലുള്ള ആളുകളാണ്. അതുകൊണ്ടാണ് അജീം ഷാദെ, നമ്മൾ മണ്ണാർക്കാട് ഒരു സംഭവം കേട്ടു, അജീം ഷാദ് ശ്രദ്ധിച്ചിട്ടുണ്ടോ? CPM-ന്റെ ചിഹ്നത്തിൽ മത്സരിച്ച ആൾ മത്സരിച്ച് തോറ്റു, നേരെ പോയി BJP-യുടെ ആഹ്ലാദ പ്രകടനത്തിൽ പങ്കെടുത്തു. കേരളത്തിലെ മണ്ണാർക്കാട്, പാലക്കാട്ടാണ് സംഭവിച്ചത്. ഇനി നിങ്ങൾ പറഞ്ഞ ചിഹ്നം എൻ്റെ നാട്ടിൽ കോഴിക്കോട്ട് കൊടുവള്ളിയിൽ CPM-ന്റെ ഏരിയ കമ്മിറ്റി അംഗങ്ങൾ വരെ മത്സരിച്ച ചിഹ്നം ഏതാണെന്നറിയാം? അജീം ഷാദിന് ഗ്ലാസ് ചിഹ്നം, ഗ്ലാസ് ടംബ്ലർ ചിഹ്നം. എന്തൊരു ഗതികേടാണ് ഈ രാഷ്ട്രീയ പാർട്ടിക്കുള്ളത്. കോഴിക്കോട് ജില്ലയിലെ അഴിയൂർ നമ്മുടെ കണ്ണൂർ ജില്ലയുമായി അതിർത്തി പങ്കുവെക്കുന്ന മാഹിക്കടുത്തുള്ള അഴിയൂർ ഗ്രാമപഞ്ചായത്തിൽ 1-ാം വാർഡിലെ CPM സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് അജീം ഷാദിന് അറിയാം. ഒരു വോട്ട്, സ്ഥാനാർത്ഥിയുടെ വോട്ട്, പിന്തുണച്ച ആളുടെ വോട്ടില്ല. 10-ാം വാർഡിൽ കിട്ടിയ വോട്ട് 7 വോട്ട്. അവിടെ ജയിച്ച പാർട്ടി ഏതാണെന്ന് അറിയാം അജീം ഷാദെ? SDPI ആണ്. നിങ്ങൾ പഠിക്കേ അഴിയൂർ എന്ന് പറയുന്ന കണ്ണൂർ ജില്ലയുടെ അതിർത്തി പങ്കുവെക്കുന്ന കോഴിക്കോട്ടെ വടക്കൻ ഗ്രാമത്തിനകത്ത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ബ്രാഞ്ച് കമ്മിറ്റികൾ, ഒരു വാർഡിനകത്ത് 2ഉം 3ഉം ബ്രാഞ്ച് കമ്മിറ്റികളുള്ള, പാർട്ടി അംഗങ്ങളുള്ള, അനുഭാവികളുള്ള, കാൻഡിഡേറ്റ് മെമ്പർമാരുള്ള മണ്ഡലത്തിൽ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിന് 1 വോട്ട്, 7 വോട്ടാണ് 10-ാം വാർഡിൽ കിട്ടിയത്. ഒന്ന് പഠിക്കും നിങ്ങൾ. ഞങ്ങളുടെ തിരുവനന്തപുരം കോർപ്പറേഷനിലെ കഥ പഠിച്ചിരുന്നോ? തിരുവനന്തപുരം കോർപ്പറേഷൻ താടി വരുന്നുണ്ടോ എന്നൊക്കെ പഠിക്കുന്നതിലാണ് നിങ്ങൾ. UDF-ന് 3-ാം സ്ഥാനത്തേക്ക് പോയത് 1000 വോട്ടിൽ താഴെ ഉള്ളത് എന്നൊക്കെ ഉള്ളത് പഠിച്ചിരുന്നോ? 45 ഡിവിഷനുകളിൽ 15 ഡിവിഷനുകളിൽ UDF-ന് 1000 വോട്ട് പോലും ഇല്ല. BJP വിജയിച്ചെടുത്ത് അവിടെയൊക്കെ 2-ാം സ്ഥാനം LDF ആണ്. അപ്പോൾ അങ്ങനെയും ഉണ്ട്. അത് നിജേഷ് കണ്ടില്ല അല്ലേ? ഒറ്റപ്പെട്ട ചില സംഭവങ്ങൾ മാത്രമാണ്. അല്ല മറുപടി വരേണ്ടത് 1000 വോട്ടിൽ കുറവാണ്. ഞങ്ങളത് പഠിക്കും, സംശയം വേണ്ട. ഞങ്ങൾ 10-ൽ നിന്ന് 19-ലേക്ക് എത്തിയിട്ടുണ്ടെങ്കിൽ ഞങ്ങളത് അച്ചീവ്മെൻ്റ് ആയിട്ടാണ് കാണുന്നത്. ഞങ്ങൾ എന്തായാലും BJP-യുമായിട്ട് വോട്ട് കച്ചവടത്തിലൊന്നും പോകുന്നില്ല. അദ്ദേഹം പറഞ്ഞതുപോലെ SSK ഫണ്ട് കിട്ടണമെങ്കിൽ PM-ശ്രീ ഒപ്പിടണം. മിസ്റ്റർ ഗോപൻ, PM-ശ്രീ നിങ്ങൾ ഒപ്പിട്ടോ? നിങ്ങൾ അതിൽ ഉണ്ടോ? ഇപ്പോൾ നിങ്ങൾ പിന്മാറിയോ? നിങ്ങളുടെ നിലപാടൊന്ന് പറ. നിങ്ങൾ ആദ്യഘട്ടത്തിൽ ഈ ചർച്ചയിൽ വന്ന് PM-ശ്രീക്ക് അനുകൂലമായി പറഞ്ഞു, SSK ഫണ്ടിന് വേണ്ടി പറഞ്ഞു. പിന്നീട് CPI കണ്ണുരുട്ടിയ സമയത്ത് നിങ്ങൾ പറകോട്ട് പോയി. നിങ്ങൾ ആ ഒപ്പിടുന്നതിൽ പറകോട്ട് പോയി. ശിവൻകുട്ടി തന്നെ പ്രഖ്യാപിച്ചു. അപ്പൊ നിങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ എത്രത്തോളം ശരിയാണ് എന്ന് പറയുക. അജീം ഷാദ്, ഞാൻ പറഞ്ഞ 1 വോട്ടിന്റെ കണക്ക് CPM-ന്റെ മെമ്പർമാർ ഗ്ലാസ് ചിഹ്നത്തിൽ, ഏരിയ കമ്മിറ്റി അംഗങ്ങൾ അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ വിശ്വാസമില്ലാതെ ഗ്ലാസ് ചിഹ്നത്തിൽ മത്സരിച്ച് പരാജയപ്പെട്ട സ്ഥലം അണ്ടർലൈൻ ചെയ്ത് വെച്ചോ. കോഴിക്കോട് ജില്ലയിലെ കൊടുവള്ളി എന്ന് പറയുന്ന മുനിസിപ്പാലിറ്റിയിലാണ്. ഇതൊക്കെ കേരളത്തിനകത്ത് സംഭവിച്ചിട്ടുള്ളതാണ്. അപ്പൊ ആരാണ് വർഗീയതയ്ക്ക് കൈകൊടുത്തത്? പക്ഷേ 2 കേരളത്തിൻ്റെ ഐക്കൺ, എല്ലാ കാലവും ഐക്കണായി നിൽക്കുന്ന AK ആൻ്റണിയും കരുണാകരനും, നമ്മളൊക്കെ ഈ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് കേട്ട് വരുമ്പോൾ കേൾക്കുന്ന പേരുകളാണ് കോൺഗ്രസിൽ കരുണാകരനും AK ആൻ്റണിയും. ഈ അറക്കൽ കുര്യൻ മകൻ ആൻ്റണിയുടെ മകൻ അനിൽ ആൻ്റണി ഇന്ന് BJP ആണ്. അത് കേവലം ഒരു കുടുംബാംഗം എന്ന നിലയിലുള്ള കോൺഗ്രസിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ഭാരവാഹിത്വത്തിൽ ഇരിക്കുമ്പോഴാണ് അനിൽ ആൻ്റണി പോയത്. അതുപോലെ തന്നെ കരുണാകരൻ്റെ മകൾ പത്മജി, 2 ഐക്കണായ മുഖ്യമന്ത്രിമാരുടെ മക്കളെ BJP-യിലേക്ക് വിട്ടിട്ട് ഇങ്ങനെ വാചകം പറയുന്നതിനെക്കുറിച്ച് PK ഗോപൻ ചോദിച്ചു, താങ്കൾ മിണ്ടിയില്ല. നിങ്ങളുടെ വർക്കിംഗ് കമ്മിറ്റി അംഗം ശശി തരൂർ എടുത്ത നിലപാടിനെ കുറിച്ച് PK ഗോപൻ ചോദിച്ചു, താങ്കൾ മറുപടി പറഞ്ഞില്ല. എന്നിട്ടാണ് ഒരു പ്രാദേശിക തലത്തിൽ ഏതോ ടംബ്ലർ കാര്യം പറയുന്നത്. നിജേഷ്, അജീം ഷാദെ, ഒന്ന് AK ആൻ്റണി പോയാൽ നിങ്ങൾക്ക് ചോദിക്കാം, AK ആൻ്റണിയുടെ മകൻ ഈ പാർട്ടി വിട്ട് മറ്റൊരു പാർട്ടിയിൽ പോയി, അല്ലെങ്കിൽ K കരുണാകരന്റെ അതങ്ങനെയല്ല. ഒരു കുടുംബാംഗം ചോദിക്കില്ല. അനിൽ ആൻ്റണി എന്ത് ഭാരവാഹിത്വമാണ് വഹിച്ചുകൊണ്ടിരുന്നത്? നിങ്ങളുടെ മീഡിയ സെല്ലിന്റെ ഭാരവാഹിത്വം വഹിച്ചുകൊണ്ടിരുന്ന ആളല്ലേ?
കോൺഗ്രസിന്റെ. അല്ല, അതുപോലെ തന്നെ പത്മജ ഞങ്ങളുടെ എത്ര വീട് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ പ്രതിനിധീകരിച്ചു? നിജേഷ്, അങ്ങനെ പറയരുത്, അത് മോശമാണ്. അല്ല, ഒരു മിനിറ്റ്, ഞങ്ങളുടെ ചോദിക്കട്ടെ. ഞങ്ങളുടെ മീഡിയ സെൽ കൺവീനർ ആയിരുന്നു സരിൻ, നിങ്ങളുടെ പാർട്ടിയിലല്ലേ ഇപ്പോൾ ഉള്ളത്? ഞങ്ങൾ അവിടെയും പറയുന്നു അജിംഷാദ് അവിടെ എഴുതി വെച്ചോ. അനിൽ ആന്റണി ആണെങ്കിലും പത്മജ വേണുഗോപാൽ ആണെങ്കിലും അവർ ഇന്ന് പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിൽ അവർക്ക് മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അവർ പോവട്ടെ. അനിൽ ആന്റണി പോയതുകൊണ്ട് ഞങ്ങൾക്ക് ആ സീറ്റ് നഷ്ടപ്പെട്ടിട്ടില്ല. പത്മജ വേണുഗോപാൽ പോയതുകൊണ്ട് തൃശ്ശൂരിലെ കോർപ്പറേഷൻ ഞങ്ങൾ തിരിച്ചെടുത്തു. നാളെ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അനിൽ ആന്റണിക്കോ പത്മജ വേണുഗോപാലിനോ കോൺഗ്രസിലേക്ക് തിരിച്ചു വരണം എന്ന് തോന്നിയാൽ അവരെ ഞങ്ങൾ അവശേഷിപ്പിക്കും. 18ാമത്തെ വയസ്സിൽ CPM-ന്റെ ബ്രാഞ്ച് സെക്രട്ടറിയായി മാറിയ, CPM-ന്റെ രക്തസാക്ഷികളുടെ മണ്ണായ ഒഞ്ചിയത്തുള്ള, CPM-ൽ നിന്ന് മാറിപ്പോയ സഖാവ് TP ചന്ദ്രശേഖരന് എന്നെങ്കിലും ഒരിക്കൽ തിരിച്ചു വരണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നെങ്കിൽ വരാൻ നിങ്ങൾ അനുവദിച്ചിട്ടില്ല. ആ രണ്ട് അങ്ങനെയാണെങ്കിൽ തൃശ്ശൂരിലുള്ള മധു കോളായി അടക്കം 3 പേർ, ഹനീഫ, മധു കോളായി അടക്കം 3 പേർക്ക് ഈ ഗ്രൂപ്പിസം മറന്ന് വീണ്ടും കോൺഗ്രസിൽ പ്രവർത്തിക്കാൻ ആകുമെങ്കിൽ അതാവുമോ? ഇപ്പോൾ അവരെയും നിങ്ങൾക്കൊന്നില്ലേ ഗ്രൂപ്പിസത്തിന്റെ പേരിൽ കോൺഗ്രസ്സുകാർ തമ്മിൽ? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടോ, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പ്ലാൻ ചെയ്തിട്ടോ ഗൂഢാലോചന നടത്തിയിട്ടോ ഞങ്ങൾ ഒരു കൊലപാതകവും നടത്തില്ല. CPM-ന്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ ഗൂഢാലോചന. ഇന്നും നിങ്ങൾ ആ പ്രതികളെ സംരക്ഷിക്കാൻ വേണ്ടി എത്ര പണിയെടുക്കുന്നുണ്ട്. എന്റെയും അജിംഷാദിന്റെയും നീക്കത്തിൽ നിന്ന് പണമെടുത്ത് CBI അന്വേഷണത്തെ തടയാൻ വേണ്ടി എത്ര കഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ട് പത്മജയാവട്ടെ അനിലാവട്ടെ അവരുടെ രാഷ്ട്രീയമാണ്. നിങ്ങളൊക്കെ പറയുന്ന വ്യക്തി സ്വാതന്ത്ര്യം, ആ വ്യക്തി സ്വാതന്ത്ര്യം അവർക്കുണ്ട്, അവർ പോവട്ടെ. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ആര് പോയാലും ആര് പോയിട്ടില്ലെങ്കിലും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഫിലോസഫിയിൽ വിശ്വസിക്കുന്ന നൂറുകണക്കിന്, ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് ആളുകളുണ്ട്. ഞങ്ങളെ പ്രസ്ഥാനത്തെ കൊണ്ടുവരുന്ന നേതാക്കന്മാരുടെ വരവും പോക്കുമൊന്നും ഞങ്ങളെ ബാധിക്കുന്നില്ല. അതിപ്പോ സമ്പത്തിന്റെ ഏട്ടൻ പോയി, അനിയൻ പോയി, അനിരുദ്ധന്റെ മകൻ പോയി എന്നും ഞാൻ പറയില്ല. അദ്ദേഹത്തിന്റെ സ്വാതന്ത്ര്യമുണ്ട്. ഇപ്പൊ CPM-ന്റെ സ്ഥാനാർത്ഥി അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ തോറ്റിട്ട് നേരെ BJP പ്രകടനത്തിലേക്ക് പോയതിനെ പറ്റി ചോദിച്ചപ്പോൾ ഒരക്ഷരം നിങ്ങൾ മിണ്ടുന്നില്ല. നടപടിയും എടുത്തില്ല. നിങ്ങൾ കേട്ടിരുന്നോ ആ വാർത്ത? അപ്പൊ അത് പ്രാദേശികമായി മാറരുത്. അതൊക്കെയാണ് നിങ്ങൾ പഠിക്കേണ്ടത്. നിങ്ങളെ പാർട്ടി പ്രവർത്തകർക്ക് ഇന്ന് പഴയതുപോലെ ശശിതരൂരിനെതിരെ ഒരു നിലപാടെടുക്കാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ എന്ന് PK ഗോപൻ വെല്ലുവിളിച്ചു. ശശി തരൂർ പാർട്ടിക്കെതിരെ നിലപാടെടുത്താൽ, ശശി തരൂർ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനെതിരെ നിലപാടെടുത്താൽ ഞങ്ങൾ ആവശ്യമായ നടപടികളിലേക്ക് പോകും. അല്ലെ, ഞങ്ങൾക്ക് എടുക്കേണ്ട സമയത്ത് എടുക്കും. ഇന്നലെ അദ്ദേഹം പോയില്ലല്ലോ, സവർക്കറുടെ എന്തോ വാങ്ങാൻ വേണ്ടി പോയിട്ടില്ലല്ലോ. അദ്ദേഹം പാർട്ടിക്ക് ഉള്ളിലാണെങ്കിൽ ഞങ്ങൾ നടപടി എടുക്കില്ല. പാർട്ടിക്ക് നിജേഷ് വലിയ ആശ്വാസം കാണുകയാണ്. എനിക്ക് നിജേഷ് ഒരാശ്വാസവുമില്ല. ഞങ്ങൾ പറഞ്ഞല്ലോ, ഞങ്ങൾക്ക് MP മണിപ്പൂരിനകത്ത് ഞങ്ങളുടെ മുഖ്യമന്ത്രി കോൺഗ്രസിൽ നിന്ന് പോയി, ഞങ്ങൾ മണിപ്പൂർ തിരിച്ചു പിടിച്ചില്ലേ? മണിപ്പൂരിനകത്ത് 2 MP-മാരെയും കോൺഗ്രസ് തിരിച്ചു പിടിച്ചില്ലേ? അത് ഞങ്ങൾ വിശ്വസിക്കുന്നത് കേവലം വ്യക്തികളല്ല പ്രസ്ഥാനം. CPM-ആണ് ഞങ്ങളെ പണ്ട് പഠിപ്പിച്ചത്. ഇന്ന് ഞങ്ങൾ തിരിച്ചു പറയും, ഏത് വ്യക്തി പോയാലും ഈ പ്രസ്ഥാനം ഇവിടെ തന്നെ കാണും. നിങ്ങളെ പോലെയല്ല ആ വ്യത്യാസം. കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. അതിന്റെ സ്വഭാവം വേറൊരു രീതിയിലാണ്. നിങ്ങളൊരു കേഡർ പാർട്ടിയെ നിരീക്ഷിക്കുന്നത് പോലെ അതിനെ നിരീക്ഷിക്കുന്നതിൽ യുക്തിയുണ്ടോ? അതാണ് ഈ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ അടക്കമുള്ള വിജയം അവർ കണ്ടത്. നേരത്തെ സതീശൻ പറഞ്ഞത് താങ്കൾ കേട്ടല്ലോ, അത് ഇപ്പോഴുള്ളതല്ല, വിജയത്തിന് തൊട്ട് അടുത്ത ദിവസം അദ്ദേഹം പറഞ്ഞതാണ്. ഇത് ഒരു സാമൂഹിക ഘടകങ്ങൾ ഉൾപ്പെടുന്ന പ്ലാറ്റ്ഫോമാണ്. ഇത് കേവലം പാർട്ടികളുടെ ഒരു കൂട്ടമാണ് മുന്നണി എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കിയിരുന്നത്. അതല്ല, സാമൂഹിക ഘടകങ്ങളുടെ പ്ലാറ്റ്ഫോം കൂടിയാണ് UDF. അതുകൊണ്ടാണ് ജയിക്കുമെന്ന് മുൻകൂട്ടി പറഞ്ഞത് എന്ന് പറയുന്നതിലെ അർത്ഥം എന്താണ്? അതടക്കം ശ്രീ അജിംഷാ, ഇതിൽ കേട്ട വലിയ കൗതുകം, കേഡർ പാർട്ടിയാക്കാൻ വേണ്ടി നേരത്തെ ഒരാൾ ഇറങ്ങിത്തിരിക്കലുണ്ടായിരുന്നു. സെമി കേഡറാണ്. ഞങ്ങൾക്ക് കേഡർ പാർട്ടിയാക്കാൻ പറ്റത്തില്ല, പക്ഷെ ഞങ്ങൾ സെമി കേഡർ ആവും. ഇപ്പൊ അദ്ദേഹം എവിടെ ഇരിക്കുന്നത്? കോൺഗ്രസ് കേഡർ എന്നൊക്കെ പറഞ്ഞാൽ അത് ത്യാഗസമ്പന്നരായ ആളുകളുടെ പാർട്ടിക്ക് കേഡറാകാൻ പറ്റൂ. നിങ്ങളെ സംബന്ധിച്ച് എപ്പോ എവിടെങ്കിലും ഇറങ്ങിപ്പോയാൽ എപ്പോ എവിടെങ്കിലും കയറി വരാമെന്ന് പറയുന്നത് കേഡർ ആവത്തില്ല. കേഡർ ആവണമെങ്കിൽ സമൂഹത്തോട് കമ്മിറ്റ്മെന്റ് വേണം,
പിടിക്കുന്ന കൊടിയോട് കമ്മിറ്റ്മെന്റ് വേണം, രാജ്യത്തോട് കമ്മിറ്റ്മെന്റ് വേണം, നിസ്വർഗത്തോട് നിജേഷ് കമ്മിറ്റ്മെന്റ് അദ്ദേഹം വേണം. കംപ്ലീറ്റ് ചെയ്യട്ടെ. നിജേഷ് പി കെ ഗോവൻ കംപ്ലീറ്റ് ചെയ്യട്ടെ, പറയൂ. പി കെ ഗോവൻ അതിനാണ് അല്ല, ഞാൻ ഇടപെട്ടില്ല, അദ്ദേഹം പറഞ്ഞപ്പോൾ ഞാൻ ഇടപെട്ടില്ല, അതുകൊണ്ട് അദ്ദേഹം ഇടപെടത്തില്ലെന്നാണ് ഒരു വിശ്വാസം. ഇപ്പൊ കേഡർ പാർട്ടി എന്ന് പറയാൻ അതാ. ഇനി അദ്ദേഹം പറഞ്ഞ ഒരു നരേറ്റീവ് വേറെ ഒരു വളരെ കൗതുകമുള്ളത് അജിം ഷാ ശ്രദ്ധിച്ചോ? ശശി തരൂർ കോൺഗ്രസിനെതിരെ ഒന്നും പറഞ്ഞിട്ടില്ല. ആണെങ്കിൽ മതിയല്ലോ ഞങ്ങൾ നടപടി എടുക്കുന്നത്. മോദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞാൽ ഞങ്ങൾ എന്തിനാണ് നടപടി എടുക്കുന്നതെന്ന് അദ്ദേഹം ചോദിച്ചേ. കോൺഗ്രസിനെതിരായിട്ട് പറയുമ്പോൾ ഞങ്ങൾ നടപടി എടുക്കും. ഇപ്പൊ മോദിക്ക് അനുകൂലമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് നടപടിയില്ല. ഇനി അദ്ദേഹം വി ഡി സതിനെ കുറിച്ച് ഞാൻ പറഞ്ഞപ്പോൾ ബാലിശമായി പോയെന്ന് അദ്ദേഹം പറഞ്ഞേ. അല്ല, ഇത് ഭിക്ഷയില്ലെന്ന് പറയാൻ അമ്മായിമ്മയ്ക്ക് മാത്രമേ അധികാരമുള്ളൂ. ആചാരലംഘനത്തിനെതിരായിട്ട് വലിയ സമരം നടത്തിക്കൊണ്ടിരിക്കുന്ന ആളാ വി ഡി സതീശൻ. ആചാരലംഘനം ആകാവുന്ന ആയിക്കൂടാന്ന് അദ്ദേഹം പറയുന്നത്. ആ ആളാണ് ശബരിമലയിലെ വ്രതം തെറ്റിക്കുന്നത്. അത് മുഖത്തിന്റെ പ്രശ്നവും അവിടുത്തെ വ്രതത്തിൽ പെടുന്ന കാര്യം തന്നെ. നിങ്ങൾ മറ്റ് സ്വാമിമാരെ നോക്ക്, ആന്ധ്രയിൽ നിന്ന് വരുന്ന, തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന, കേരളത്തിൽ നിന്ന് വരുന്ന വ്രതം എടുത്തു പോകുന്നവരെല്ലാം ക്ലീൻ ഷേവ് ചെയ്തിട്ടാണോ പോകുന്നത്? ഞാനത് ആ വാക്കൊന്നും അന്നവരും പറഞ്ഞില്ല. നിങ്ങൾ വീണ്ടും അതിൽ കയറി പിടിച്ചോണ്ടാണ് ചോദിക്കുന്നത്. ആചാരം ലംഘിക്കാനുള്ള അവകാശം നിങ്ങൾക്ക് മാത്രമേ ഉള്ളൂ. ഇതല്ലേ എന്റെ യുക്തി. അടുത്തത് ഭഗവത്ഗീത കോട്ട് ചെയ്തു ആര്? മുഖ്യമന്ത്രി ശ്രീ നിജേഷ്, നിങ്ങൾ വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. EMS 9ാം വയസ്സിൽ ഉപനയനം പൂർത്തിയാകും. 9ാം വയസ്സിൽ ഈ ഉപനിഷത്തുകൾ മുഴുവൻ കാണാതെ പഠിച്ച ഒരാളാ EMS. ശ്രീ NE ബലറാം, എന്തിന് ശ്രീ K ദാമോദരൻ, ഇവരൊക്കെ ഇന്ത്യയിലെ പുരാണങ്ങളും ഇതിഹാസങ്ങളും ഒക്കെ ഹൃദയസ്ഥമാക്കിയിട്ട് അത് കോട്ട് ചെയ്തിട്ടുകൊണ്ടാണ് മാർക്സിസത്തെ ഇന്ത്യയിൽ വിശദീകരിച്ചത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഭഗവത്ഗീതയിൽ ഭക്തിയെക്കുറിച്ചുള്ള ഒരു ഭാഗം കോട്ട് ചെയ്ത് സംസാരിച്ചാൽ അത് ഹിന്ദു വർഗീയതയെ പ്രീണിപ്പിക്കലാണെന്നൊക്കെ വന്നിരുന്ന് പറയണമെങ്കിൽ നിങ്ങൾ ചെറുപ്പക്കാരൊക്കെ കുറച്ചുകൂടി ഈ രാഷ്ട്രീയ സാമൂഹ്യ വിശകലനങ്ങളിൽ അന്ധമായ കോൺഗ്രസ് രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ തയ്യാറാകണമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഇനി വി ഡി സതീശന്റെ സാമൂഹ്യ ഘടകങ്ങളുടെ കോൺഫെഡറേഷൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം കേരളീയർക്ക് മനസ്സിലായി. അതായത് ഏത് വർഗീയ പാർട്ടികളെയും ഏത് തീവ്രവാദ പാർട്ടികളെയും ഞങ്ങൾ കൂട്ടുപിടിക്കും. അത് മുന്നണി ബന്ധത്തിന്റെ പരിശുദ്ധിയെക്കുറിച്ച് ആരും ചോദ്യം ചെയ്യാൻ പാടില്ല. ഇതിന് ഉണ്ടാക്കിയ വ്യാഖ്യാനമാണത്. കനകൂല് കൊടുത്തതാ. വി ഡി സതീശന് തലയിൽ ഇത്ര ഇല്ല. കനകൂലുവിന്റെ തിയറിയുടെ ഭാഗമായി കനകൂലു പറഞ്ഞതാണ്, ജമായത്തെ ഇസ്ലാമി വെൽഫെയർ പാർട്ടി ബന്ധം കേരളത്തിൽ ചർച്ച ചെയ്യുമ്പോൾ നിങ്ങൾ പറ, ഇത് മുന്നണിയല്ല, ഇത് കോൺഫെഡറേഷൻ ആണ്, എല്ലാവർക്കും വന്നു ചേരാം. ആരൊക്കെയാണോ CPM എതിർക്കാൻ നിൽക്കുന്നത്, അത് BJP ആയിക്കൊള്ളട്ടെ മറ്റേതെങ്കിലും ആയിക്കോട്ടെ, അവർക്കെല്ലാം വന്നു ചേരാം, അവരെ ഞങ്ങൾ സഹായിക്കും. അതുകൊണ്ടാണ് തിരുവനന്തപുരം കോർപ്പറേഷൻ സംഭവിച്ചത്, പരവൂർ മുനിസിപ്പാലിറ്റി സംഭവിച്ചത്. കൊല്ലം പരവൂർ മുനിസിപ്പാലിറ്റിയിൽ മുനിസിപ്പൽ ചെയർമാൻ ആക്കാൻ വേണ്ടി ഉദ്ദേശിച്ച CPM-ന്റെ നേതാവ് കഴിഞ്ഞ പ്രാവശ്യം ഈക്വൽ ആയിട്ട് വന്നു. അവിടെ നറുക്കിട്ടപ്പോൾ UDF-ന് കിട്ടി. ആ മുനിസിപ്പാലിറ്റി പിടിക്കാൻ തീരുമാനിച്ചു. ചാത്തന്നൂർ അസംബ്ലി മണ്ഡലം BJP മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം കൂടിയാണ്. അതുകൊണ്ട് പരവൂർ മുനിസിപ്പാലിറ്റി അതിൽ പെടുന്നതാണ്. തിരിച്ചു പിടിക്കാൻ തീരുമാനിച്ചു. അവിടെ ഉത്തരവാദിത്തപ്പെട്ടൊരു നേതാവിനെ CPM മത്സരിപ്പിച്ചു. അദ്ദേഹത്തിന് എതിരായിട്ട് മത്സരിച്ച UDF സ്ഥാനാർത്ഥിക്ക് കിട്ടിയ വോട്ട് 20ആണ്. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ മത്സരിച്ച ആൾ പ്രകടനത്തിൽ പോയി എന്ന് പറഞ്ഞു. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിൽ അവിടെ വിജയിക്കില്ല എന്ന് കണ്ടുകൊണ്ട് സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചു. ആ സ്വതന്ത്രനെ പിന്തുണയ്ക്കാൻ തീരുമാനിച്ചത് അല്ലാതെ BJPക്ക് SDPക്ക് കൊടുത്ത വോട്ടല്ല അവിടെ പോകാനുള്ള കാരണം. അതുകൊണ്ട് ഇതിനെ രണ്ടിനെയും കൂടെ സമീകരിച്ചിട്ട് കാര്യമില്ല. ഇനി തിരുവനന്തപുരത്ത് വോട്ട്, ഞാൻ ഇന്നലെ ഒരു ചാനലിൽ കൃത്യമായിട്ട് പറഞ്ഞു, ഇടതുപക്ഷ നേതൃത്വം മൊത്തം അത് വിശദീകരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ പ്രശ്നം തിരുവനന്തപുരത്തെ വോട്ടിന്റെ സ്ഥിതി. ഞാൻ മാത്രമല്ല, 1,75,000 വോട്ട് ഞങ്ങൾക്ക് മുന്നിലാണ്. അവിടെ ഞങ്ങൾ മുന്നിൽ നിൽക്കുക. 1,65,000 ഉള്ളൂ BJPക്ക്, കോർപ്പറേഷൻ പിടിച്ച BJPക്ക്. 1,15 ലക്ഷം ഉള്ളൂ UDF-ന്. ഞങ്ങൾ 10,000 വോട്ടിന് അവിടെ മുന്നിൽ നിൽക്കുക തിരുവനന്തപുരം കോർപ്പറേഷനിൽ. അപ്പൊ കോർപ്പറേഷന്റെ ഭരണം കൊണ്ടല്ല, ഇത് കൺസോളിഡേറ്റ് ചെയ്ത് വരുമ്പോൾ അസംബ്ലിക്ക് ഞങ്ങൾ മുൻതൂക്കുക വരുന്നത് അവിടെ. ഇത് വന്നു കഴിഞ്ഞാൽ അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾക്ക് അതിൽ നിരാശയില്ല. പക്ഷേ തിരുവനന്തപുരം പോലൊരു പ്രധാനപ്പെട്ട നഗരം, ആ നഗരം UDF-ന്റെ കിട്ടിയാലും ഞങ്ങൾക്ക് ഈ വിഷമം ഉണ്ടാവില്ല. മറിച്ച് നിങ്ങൾക്ക് കുറച്ച് മെച്ചപ്പെടൽ അവിടെ ഉണ്ടാവണം. ഒരു കാരണവശാലും CPM അവിടെ ഭരിക്കാൻ പാടില്ല. മകൻ ചത്താലും മരുമകളുടെ കണ്ണീര് കാണണം. ഈ രാഷ്ട്രീയം നിങ്ങൾ കേരളത്തിൽ കളിക്കുകയാണ്. അതിന്റെ ഭാഗമായിട്ടാണ് അത് വന്നത്. ഇനി നിങ്ങൾക്ക് 1000 വോട്ട് 1000 വോട്ടിൽ താഴെ എന്ന് പറഞ്ഞാൽ ആ വോട്ടിന്റെ ഡെപ്ത് നിജേഷിന് അറിയുമോ? 6,000-7,000 വോട്ടാണ് തിരുവനന്തപുരത്തെ ഒരു കോർപ്പറേഷൻ ഡിവിഷനിലുള്ളത്. അതിൽ നിങ്ങൾക്ക് 1000-ൽ താഴെ വോട്ട് വരിക എന്ന് പറഞ്ഞാൽ അതിന്റെ മലയാളം എന്താ? ഇനി നിങ്ങൾ നിയമം അസംബ്ലി തെരഞ്ഞെടുപ്പിന്റെ ഓർമ്മയുണ്ടല്ലോ, നിയമ അസംബ്ലിയിൽ BJP ജയിക്കാൻ കാരണം എന്താ? നിങ്ങളുടെ സ്ഥാനാർത്ഥിക്ക് 10,000 വോട്ടേ കിട്ടിയുള്ളൂ. അങ്ങനെയാണ് നിയമത്ത് BJP ജയിച്ചത്. അതിനുശേഷം മുരളീധരൻ വന്നവിടെ, ശ്രീ K മുരളീധരൻ വന്നവിടെ മത്സരിക്കുന്നു. കോൺഗ്രസിന്റെ വോട്ട് നിങ്ങൾ പിടിച്ചപ്പോൾ ഞങ്ങൾ അവിടെ ജയിച്ചേ.
അപ്പോൾ കോൺഗ്രസിന്റെ വോട്ട് നിങ്ങൾ പിടിച്ചാൽ ഇപ്പോഴും തിരുവനന്തപുരം കോർപ്പറേഷൻ ഞങ്ങളുടെ കയ്യിലിരിക്കും. നിങ്ങൾ പിടിക്കില്ല. കാരണം എന്തുകൊണ്ടാണ്? BJP നിങ്ങൾക്ക് സഹായിക്കണം. എന്തുകൊണ്ടാണ് BJP സഹായിക്കുന്നത്? അത് ഒരുപക്ഷെ BJPയോടുള്ള സ്നേഹം കൊണ്ടാണ് ഞങ്ങൾ പറയില്ല, അത് മാർക്സിസ്റ്റ് വിരുദ്ധത കൊണ്ടാണ്. CPM നന്നാകാൻ പാടില്ല, CPM ഇവിടെ കേരളം ഭരിക്കാൻ പാടില്ല. കാരണം ഇന്ത്യ രാജ്യത്തെ ഏക തുരുത്തായുടെ അതും കൂടി നിങ്ങൾ നശിപ്പിക്കാനാണ് നിങ്ങൾ പരിശ്രമിക്കുന്നത്. എന്നിട്ട് നിങ്ങൾ പാർലമെന്റിന് മുമ്പിൽ പോയിട്ട് കേരളീയ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നേ. നിങ്ങൾക്ക് നാണമുണ്ടോ? 19 പാർലമെന്റ് മെമ്പർമാർ ഈ കേരളത്തിന്റെ ഗവൺമെന്റിനും കേരളം അനുഭവിക്കുന്ന BJP ഗവൺമെന്റ് അനുഷ്ഠിക്കുന്ന കേരള വിരുദ്ധതയ്ക്കെതിരായിട്ടല്ല നിങ്ങൾ പോയേ. നിങ്ങൾ റേഷൻ തരണമെന്ന് പറഞ്ഞല്ല പോയേ. നിങ്ങൾ PMCയുടെ ഫണ്ട് വരണമെന്ന് പറഞ്ഞല്ല നിങ്ങൾ പോയത്. നിങ്ങൾ പോയത് ഈ ടാക്സ് വിഹിതം തരണമെന്ന് പറഞ്ഞല്ല നിങ്ങൾ പോയത്. കേരളത്തിന് എയിംസ് തരണമെന്ന് പറഞ്ഞല്ല നിങ്ങൾ പോയത്. കേരളത്തിന്റെ വികസനത്തിന് തടസ്സം നിൽക്കരുതെന്ന് പറഞ്ഞല്ല നിങ്ങൾ പോയത്. GSTയുടെ വിഹിതം തരണമെന്ന് പറഞ്ഞല്ല നിങ്ങൾ പോയത്. ഈ കേരളത്തെ ബുദ്ധിമുട്ടിക്കുന്ന സമീപനത്തിൽ നിന്ന് BJP പിന്മാറണമെന്ന് ആവശ്യപ്പെടാനല്ല നിങ്ങൾ പോയത്. നിങ്ങൾ അവിടെ പോയിട്ട് ശബരിമല പ്രശ്നം ഉയർത്തുന്നു. കേരളത്തിലെ ഒരു ക്ഷേത്രത്തിന്റെ വിഷയം ഇന്ത്യൻ പാർലമെന്റിൽ മുമ്പ് ഉയർത്തിയിട്ട് പറയുക, നിങ്ങൾ നിങ്ങളുടെ ഏജൻസികൾ വന്ന് ഞങ്ങൾ അന്വേഷിക്കണം. അതായത് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കും എതിരായിട്ട് ED നോട്ടീസ് അയച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ. അവിടെ എല്ലാം CPM നിങ്ങളെ സപ്പോർട്ട് ചെയ്യാണല്ലോ. ആ ഏജൻസിയെ കേരളത്തിൽ വിട്ട് പിണറായി വിജയനെ വെള്ളം കുടിപ്പിക്കാൻ പറ്റുമെന്നാണ് നിങ്ങൾ നോക്കുന്നത്. എന്ത് പൊളിറ്റിക്സ് അങ്ങോട്ട് ഇരിക്കുന്നത്? നിങ്ങൾ കനകോലുവിനെ മാറ്റി വേറെ ആരെങ്കിലും വെയ്. കനകോലുവിന്റെ രാഷ്ട്രീയം മാത്രം കേട്ടോണ്ടിരിക്കാതെ അതിന്റെ ഭാഗമായിട്ട് ഈ മണ്ടത്തരം VD സതീശൻ വിളിച്ചു പറഞ്ഞത്, ഞങ്ങൾ കോൺഫറൻഷൻ ആണെന്നുള്ള വിളിച്ചു പറഞ്ഞത്. ഇനി നിങ്ങൾ പറഞ്ഞത് എന്താ? അനിൽ ആന്റണിക്ക് സ്വത്തുണ്ട്, പത്മജ വേണുഗോപാലിന് സ്വത്തുണ്ട്. ശരിയാ സാർ, പത്മജ വേണുഗോപാൽ ആരായിരുന്നു? K. കരുണാകരന്റെ മകൾ മാത്രമല്ല, KPCC ജനറൽ സെക്രട്ടറിമാർ. ജനറൽ സെക്രട്ടറി എന്നൊക്കെ പറഞ്ഞാൽ 10-200 പേര് കാണും. പക്ഷെ അതിൽ KPCC ജനറൽ സെക്രട്ടറി. ഇനി അത് കഴിഞ്ഞാൽ അനിൽ ആന്റണി ആരാ? ദേശീയ നേതാവ്. അവരെയാ വിട്ടുകൊടുത്തത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വിട്ടുകൊടുത്ത ഡീലിന്റെ ഭാഗമാണ്. ഇനി ഇവര് മാത്രമാണ് പോയത്. 12 CM മുഖ്യമന്ത്രിമാർ പോയി കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് നിന്ന്. നിങ്ങളുടെ കർണാടകത്തിലെ SM കൃഷ്ണ, ശ്രീ K. കരുണാകരൻ കേരളത്തിൽ എത്ര ഈക്വലാണോ, എത്ര പ്രധാനപ്പെട്ട ആളാണോ അതിന് മുകളിലായിരുന്നു SM കൃഷ്ണ കർണാടകത്തിൽ. എവിടെ പോയി? 12 മുഖ്യമന്ത്രിമാരെ കൊടുത്തു, 17 PCC പ്രസിഡന്റുമാരെ കൊടുത്തു. കേരളത്തിലെ PCC പ്രസിഡന്റ് പറഞ്ഞ എന്താ? പഴയ PCC പ്രസിഡന്റ് കണ്ണൂരിൽ RSS ശാഖ തുടങ്ങാൻ തീരുമാനിച്ചപ്പോ CPM സമ്മതിക്കത്തില്ല, ഞാനും എൻ്റെ കുട്ടികളും കൂടെ പോയി കാവൽ നിന്നു അവിടെ. എന്തിന്? കണ്ണൂരിൽ RSSന്റെ ശാഖ തുടങ്ങാൻ. ആ ആളാണ് നിങ്ങളുടെ KPCC പ്രസിഡന്റ് ആയിട്ടിരുന്ന ആള്. അപ്പോ ഒരു പ്രത്യേക സന്ദർഭത്തിൽ വേണമെങ്കിൽ അദ്ദേഹം എപ്പോ വേണമെങ്കിലും പോകും. നിങ്ങൾ ശ്രദ്ധിച്ചോണം അദ്ദേഹത്തെ. അപ്പൊ 17 PCC പ്രസിഡന്റുമാരെ കൊടുത്തു, 12 മുഖ്യമന്ത്രിമാരെ കൊടുത്തിട്ടാണ് നിങ്ങൾ ഈ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആരുമായിട്ട്? എന്നിട്ടാണ് കേരളത്തിലെ ഒരു ബ്രാഞ്ച് കമ്മിറ്റി അംഗം അരിവാൾ ചുറ്റിക്ക് ഉപേക്ഷിച്ചിട്ട് അതിന്റെ കൂടെ പോയി പോലും. അതാണ് കേരളത്തിൽ വൈകുന്നേരം വന്നിരുന്ന് ഈ പ്രധാനപ്പെട്ട ഒരു ഫ്ലോറിൽ അങ്ങ് വാദിക്കുന്നത്. എത്രമാത്രം ബാലിശമായി പോയെന്ന് അങ്ങ് ആലോചിച്ചാൽ മതി. ഇനി PMCയുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു വന്നത് ഇവിടെ നിന്ന് കൺക്ലൂഡ് ചെയ്യണം. അന്നേരം നെറ്റ് ഔട്ടായി പോയി. അതിൽ ഞങ്ങൾ പറഞ്ഞത് PMCയെ, മറ്റു വിശദാംശം ഇനി പറയുന്നില്ല, PMCയുടെ ഉള്ള ഈ കോൺഗ്രസിന്റെ നിലപാടെന്താ അതങ്ങ് വിശദീകരിച്ചാൽ മാത്രം മതി. അങ്ങ് കോൺഗ്രസിന്റെ പ്രതിനിധി PMCയുടെ കാര്യത്തിൽ കോൺഗ്രസിന്റെ നിലപാടെന്താ? കർണാടകം PMCയിൽ ഒപ്പിട്ടിട്ടുണ്ടോ? രാജസ്ഥാൻ PMCയിൽ ഒപ്പിട്ടായിരുന്നോ? കോൺഗ്രസ് ഭരിക്കുന്ന മറ്റ് സ്റ്റേറ്റുകൾ ഒപ്പിട്ടായിരുന്നോ? നിങ്ങൾക്കതിൽ പ്രത്യയശാസ്ത്രപരമായി തർക്കമുണ്ടോ? ഇടതുപക്ഷത്തിന് തർക്കമുണ്ട്, PMCയിൽ ഒപ്പിടുന്നതിന് തർക്കമുണ്ട്. പക്ഷേ ഈ SSK ഫണ്ട് കിട്ടുന്നതിന് വേണ്ടി ഉണ്ടാക്കിയ ഒരു ഏർപ്പാടായിരുന്നു അത്. പാർട്ടി പരിശോധിക്കാനിരിക്കുന്നത്. ഞങ്ങൾക്കതിൽ രാഷ്ട്രീയ തർക്കമുള്ള വിഷയമാണ്. അതുകൊണ്ടാണ് CPM തമ്മിലും പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടലൊക്കെ അതിനകത്ത് വന്നതിന്റെ ഭാഗമായിട്ടാണ്. പക്ഷെ കോൺഗ്രസ് നിലപാട് പറഞ്ഞാട്ടെ. ശ്രീ നിജേഷ്, PMCയിലുള്ള കോൺഗ്രസിന്റെ നിലപാട് ഒപ്പം ഇനി ആരാണ് തിരുത്തേണ്ടത്? ചുരുക്കി പ്ലീസ്. PMC പദ്ധതിക്ക് കോൺഗ്രസ് എതിരാണ്. കർണാടകയിൽ കോൺഗ്രസ് ഉള്ള സമയത്തല്ല, ശ്രീ ഗോപന്റെ തെറ്റിദ്ധാരണയാണ്. യെദിയൂരപ്പ ഗവൺമെന്റ് ഉള്ളപ്പോഴാണ് ഒപ്പുവെച്ചത്. ഞങ്ങൾ അവിടെ വന്നിട്ട് 2.5 വർഷമായിട്ടേ ഉള്ളൂ. ഞങ്ങളുടെ നിലപാടല്ല പറയേണ്ടത്, നിങ്ങളുടെ നിലപാട് നിങ്ങൾ പറയുക. നിങ്ങളുടെ മന്ത്രിസഭയിൽ ആലോചിച്ചിട്ടാണോ ചെയ്തിരിക്കുന്നത്? CPMന്റെ നിലപാട് ഇപ്പോൾ എന്താണ്? ഒപ്പിട്ടിട്ടുണ്ടോ? അതിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടോ? CPIക്ക് കീഴടങ്ങിയോ? തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങളാണ് വിശദീകരിക്കേണ്ടത്. ഞങ്ങൾ ആ പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റിനെ നരേന്ദ്രമോദിക്കെതിരെയുള്ള പോരാട്ടമാണ് ഞങ്ങളുടെ ഒന്നാമത്തെ രാഷ്ട്രീയം. അതാണ് ഇന്നലെ രാംലീല മൈതാനിയിലൊക്കെ നിങ്ങൾ കണ്ടത്. CPM ആ പരിപാടിയൊക്കെ നിർത്തിവെച്ച് എങ്ങനെ അവരുടെ പണം തട്ടിയെടുക്കാം, പണം കിട്ടും എന്നുള്ള പരിപാടി മാത്രമാണ് CPMനുള്ളത് എന്നാണ് വിനീതമായി ഞങ്ങൾക്ക് പറയാനുള്ളത്. യോഗി ആദിത്യനാഥിനെയൊക്കെ മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ കോൺഗ്രസ് മുഖ്യമന്ത്രിമാരൊക്കെ വിളിച്ചാൽ ഞങ്ങൾക്ക് വലിയ സന്തോഷമാണ്. ശ്രീ M. ജയചന്ദ്രൻ, ഈ മൂന്നാം തുടർച്ച അതിനുള്ള ഏതെങ്കിലും പ്രതിസന്ധികളാണ് കോൺഗ്രസിൽ നിന്ന് വായിച്ചെടുക്കുന്നത്? അതിന് എന്തെങ്കിലും യുക്തിയുണ്ടോ? ചുരുക്കി.
ഈ കോൺഗ്രസ് പറയുന്നതിനകത്തല്ലല്ലോ യുക്തി ഉള്ളത്. CPM-നെ സംബന്ധിച്ച് അവർ വിലയിരുത്തി ഗോവിന്ദൻ മാഷ് പറഞ്ഞ കാര്യമെന്ന് പറഞ്ഞാൽ സംഘടനാപരമായ ദൗർബല്യങ്ങളും രാഷ്ട്രീയമായ എന്തെങ്കിലും പ്രതിപ്രവണതകളും ഉണ്ടായിട്ടുണ്ടെങ്കിൽ പരിശോധിച്ച് തിരുത്തേണ്ടത് തിരുത്തും എന്നുള്ളത് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത്. ഞാനതാണ് പറഞ്ഞത്, ഈ ഗ്രാമീണ തലത്തിൽ സംഘടനാപരമായ പാളിച്ചകൾ കാണുന്നുണ്ടെന്നുള്ളത് വസ്തുതയാണ്. അത് തിരുത്താൻ CPM ബാധ്യസ്ഥരാണ്. അത് കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞപ്പോഴേക്ക് തെറ്റുതിരുത്തൽ രേഖ തന്നെ ഉണ്ടായല്ലോ. ശ്രീ പി കെ ഗോപൻ, നിജേഷ് അരവിന്ദ് നിലപാട് പറഞ്ഞു PM ശ്രീയെ സംബന്ധിച്ച്. ശ്രീ അജിം ഷാ ശുദ്ധ കളവാണ് പറയുന്നത്. ഇന്ത്യ രാജ്യത്ത് കോൺഗ്രസ് PMC ഉൾപ്പെടെയുള്ള അതുപോലെ ലിബറലൈസേഷൻ പോളിസി ഉൾപ്പെടെയുള്ള എല്ലാ കാര്യത്തിനും അവർക്ക് പിന്തുണയുണ്ട്. മാത്രമല്ല കൃത്യമായിട്ട് ഉത്തരവാദിത്തോടെ പറയുന്നു, രാജസ്ഥാനിൽ അശോക് ഗെഹ്ലോട്ട് എന്ന കോൺഗ്രസിന്റെ ദേശീയ നേതാവ് മുഖ്യമന്ത്രിയായിട്ടിരിക്കുമ്പോഴാണ് PMC ഒപ്പിട്ടത്. ശ്രീ UDF പ്രതി പരിശോധിച്ചാൽ മതി, അത് യാതൊരു തർക്കവുമില്ല. മറ്റൊന്ന്, ഒരു കാര്യം ഞാൻ പറയാം, അത് ഈ 91 ജില്ലാ കൗൺസിൽ ഇലക്ഷൻ ആദ്യമായിട്ട് കേരളത്തിൽ നടന്നു. അന്ന് ഇടതുപക്ഷം തൂത്തുവാരി. LDF, ഞാനത് കോൺഗ്രസിനെ കുറ്റം പറയല്ല, CPM അന്ന് ആ ഗവൺമെന്റ് പിരിച്ചുവിട്ടു ഇതിനെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ ജയിച്ചല്ലോ. അപ്പൊ ഗവൺമെന്റ് 6 മാസം മുമ്പേ പിരിച്ചുവിട്ടിട്ട് അസംബ്ലി തെരഞ്ഞെടുപ്പിനെ നേരിട്ടു. LDF തോറ്റു. അപ്പോൾ അസംബ്ലി തെരഞ്ഞെടുപ്പിന് ഇത് മാനദണ്ഡമല്ല എന്നുള്ളത് എല്ലാവരും പഠിക്കുന്നതല്ലാണ്. നന്നായിട്ട് പഠിച്ച് നന്നായിട്ട് തിരുത്തി നന്നായിട്ട് മുന്നേറും. തീർച്ചയായും ചർച്ചയെ വൈൻഡപ്പ് ചെയ്യുമ്പോൾ ജയിക്കുമ്പോഴും തോൽക്കുന്നതാര് എന്നതാണ് ഇനി രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്യുന്നത്. തീർച്ചയായും ഈ ചർച്ചയിൽ പങ്കെടുത്തവർക്ക് നന്ദി. ന്യൂസ് ആൻഡ് ന്യൂസിനോടൊപ്പം